ഏറെ ബഹുമാനം നിറഞ്ഞ വിശ്വാസിനികളായ സഹോദരി സഹോദരന്മാരെ, വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയുടെ 74-ാമത്തെ വചനം വരെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. 74-ാമത്തെ ആയത്ത്, അതിനെ സംബന്ധിച്ച് കുറച്ചുകൂടി വിശദീകരിക്കേണ്ടതുണ്ട് എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ് അവസാനിപ്പിക്കുമ്പോൾ സൂചിപ്പിച്ചിരുന്നു. ബനു ഇസ്രായേലിയരായിട്ടുള്ള ആളുകൾ, ഇസ്രായേൽ സന്തതികൾ, അവർക്ക് അല്ലാഹു സുബ്ഹാനഹു തആല ചിന്തിക്കാനും ആലോചിക്കാനും പല ദൃഷ്ടാന്തങ്ങൾ, അത്ഭുതകരമായ ദൃഷ്ടാന്തങ്ങൾ അല്ലാഹു സുബ്ഹാനഹു തആല അവരുടെ മുന്നിൽ തുറന്നു കാണിച്ചു. വലിയ അത്ഭുതങ്ങൾ, അള്ളാഹുവിൻ്റെ ഖുദ്റത്തിനെ ബോധ്യപ്പെടുത്തുന്ന, അതേപോലെ തന്നെ മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിൻ്റെ പ്രവാചകനാണ് എന്ന നുബൂവത്തിൻ്റെ തെളിവുകൾ അവരെ ബോധ്യപ്പെടുത്തുന്ന പല അത്ഭുതങ്ങളും അവരുടെ മുന്നിൽ അള്ളാഹു സുബ്ഹാനഹു തആല കാണിച്ചു കൊടുത്തു. എന്നിട്ടും അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാതെ, വിശ്വസിക്കാതെ അവർ നിഷേധ സ്വഭാവമാണ് പിന്നീട് കാണിച്ചത്. അപ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത്, സുമ്മ ഖസത് ഖുലൂബുകും മിൻ ബഅദി ദാലിക്, അതിനുശേഷവും നിങ്ങളുടെ ഹൃദയം എന്ത് ചെയ്തു? കടുത്തുപോയി. ഖസത്, ഖസ യഖ്സു എന്ന, ഖസ എന്ന് പറഞ്ഞാൽ ഡ്രൈ ആയി പോകുന്നതിനാണ് ഖസ എന്ന വാക്ക് ഉപയോഗിക്കുക. യാബിസ്, ഉണങ്ങിപ്പോവുക, വരണ്ടു പോവുക. അങ്ങനെ വരണ്ട് അത് കടുത്തു പോകുന്നതിനെയാണ് ഖസ യഖ്സു എന്ന വാചകം ഉപയോഗിക്കുക. ആ വാക്കിൽ നിന്നാണ് ഖസ്വത്ത് എന്ന പദം വന്നത്. ഖസ്വത്ത്. അപ്പൊ നിങ്ങളുടെ ഹൃദയം അതിനുശേഷം ഖസ്വത്തായിപ്പോയി. അതിനെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞതാണ്, ആ ഖസ്വത്ത് ഏതുപോലെയാണ്? ഫഹിയ കൽ ഹിജാറ. മഹാനായ ശൈഖ് ഉസൈമീൻ റഹിമഹുല്ലാഹ് ഈ വാചകത്തെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, അല്ലാഹു സുബ്ഹാനഹു വതആല അവിടെ ഇരുമ്പിനെ പറഞ്ഞില്ല. അല്ലാഹു അവിടെ എന്ത് ചെയ്തില്ല? ഇരുമ്പിനെ പറഞ്ഞില്ല. നമ്മൾ പറയും ഇരുമ്പ് നല്ല സ്ട്രോങ് ആണെന്ന് പറയും. പക്ഷെ ഇരുമ്പ് പോലെ എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല അവിടെ പറയാഞ്ഞത് എന്തുകൊണ്ടാണ്? ലിഅന്നൽ ഹദീദ യലീനു ബിന്നാർ. ഇരുമ്പ് തീ കൊണ്ട് എന്ത് ചെയ്യും? അത് ഉരുക്കപ്പെടും, ലീനത്തുണ്ടാകും. അത് ഇരുമ്പ് വേറൊരു അവസ്ഥയിലേക്ക് എന്ത് ചെയ്യും? ഉരുക്കപ്പെട്ട് മാറും. പക്ഷെ കല്ല് അങ്ങനെ എന്ത് ചെയ്യൂല? മാറൂല. അപ്പൊ ഖസ്വത്തിന്റെ ഏറ്റവും സ്ട്രോങ് ആയ ഒരു അവസ്ഥയാണ് കല്ലെന്നുള്ളത്. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, ഔ അശദ്ദു ഖസ്വ, കല്ലിനേക്കാളും അശദ്ധായ ഖസ്വത്തിലേക്ക് അവർ മാറി എന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ ഖൽബിന്റെ ഖസ്വത്ത് അതെങ്ങനെ തിരിച്ചറിയാൻ പറ്റും? ഒരാളുടെ ഹൃദയം കടുത്തുപോയി, ഒരാളുടെ മനസ്സ് അത് ഭയങ്കര കല്ല് പോലെ, പാറ പോലെ ഉറച്ചതാണ്, അത് മാറ്റം ഉണ്ടാവില്ല, അത് എത്ര ഉപദേശിച്ചിട്ടും കാര്യമില്ല എന്ന് പറയും. ചില ആളുകളൊക്കെ ഉപദേശിക്കാൻ പോകുമ്പോൾ ചില ആളുകൾ പറയും വലിയ കാര്യമൊന്നുമില്ല, കാരണം അവൻ്റെ ഹൃദയത്തിൽ യാതൊരു മാറ്റം ഉണ്ടാവില്ല എന്ന് പറയും. അപ്പൊ എങ്ങനെയാണ് ഒരു ഖസ്വത്തുള്ള ഹൃദയത്തെ തിരിച്ചറിയാൻ പറ്റുക? നമ്മുടെ ഹൃദയത്തിന് ഖസ്വത്തുണ്ടോ ഇല്ലേ എന്ന് നാം എങ്ങനെ മനസ്സിലാക്കും? പണ്ഡിതന്മാര് ലിസ്റ്റ് ചെയ്ത് ചില കാര്യങ്ങൾ സൂചിപ്പിച്ചാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ, അള്ളാഹുവിൻ്റെ വചനങ്ങൾ കേട്ടിട്ട് അവന് യാതൊരു സ്വാധീനവും തഅ്സീറും അവൻ്റെ ഹൃദയത്തിനില്ല എങ്കിൽ അവൻ്റെ ഹൃദയം കടുത്തുപോയിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ കേൾക്കുന്നുണ്ട്, പക്ഷെ അവൻ്റെ ഹൃദയത്തിന് എന്ത് ചെയ്യുന്നില്ല? യാതൊരു മാറ്റവും ഉണ്ടാകുന്നില്ല. നമുക്കറിയാം, വിശുദ്ധ ഖുർആൻ അത് ശ്രദ്ധിച്ച് കേൾക്കുന്ന ഒരു മനുഷ്യന്റെ വിശ്വാസിയാണെങ്കിൽ അവന്റെ ഹൃദയം എന്ത് ചെയ്യും? വജിലത്ത് ഖുലൂബുഹും, അവന്റെ ഹൃദയം വിറകൊള്ളുമെന്നാണ്. ചിലടത്ത് അല്ലാഹു പറഞ്ഞ തഖ്ശഇറു മിൻഹു ജുലൂദുൽ ലദീന യഖ്ശൗന റബ്ബഹും, അള്ളാന്റെ വചനം കേട്ടിട്ട് പേടിച്ചിട്ട് അവന്റെ രോമം എഴുന്നേറ്റ് നിൽക്കും. തഖ്ശഇറു, ഇഖ്ശഅറ എന്ന് പറഞ്ഞാൽ ശക്തമായ തണുപ്പത്ത് രോമം എഴുന്നേറ്റ് നിൽക്കുന്നതിനാണ് ഇഖ്ശഅറ എന്ന് പറയുക. അത് ഉപയോഗിച്ച പദം അതാണ്.
അപ്പൊ വിശുദ്ധ ഖുർആന്റെ ആയത്തുകൾ കേട്ടിട്ട് ഒരാൾക്ക് ഒരു സ്വാധീനവും ഇല്ല, ഒരു അനക്കവും ഇല്ലെങ്കിൽ അവന്റെ ഹൃദയം എന്ത് ചെയ്തിട്ടുണ്ട്? കസ്വത്തായിട്ടുണ്ട്. രണ്ടാമത് പണ്ഡിതന്മാര് പറഞ്ഞത് മരണത്തോട് വല്ലാത്തൊരു പേടി, ദുനിയാവിനോട് വല്ലാത്തൊരു സ്നേഹവും. ദുനിയാവിനോട് അപാരമായൊരു സ്നേഹം അല്ലെങ്കിൽ അഭേദ്യമായ ബന്ധം. കാരണം ദുനിയാവ് വിട്ടിട്ട് പരലോകത്തെ പറ്റി ചിന്തയില്ല. ഒരാൾക്ക് പരലോകത്തെ പറ്റി ചിന്തിക്കുമ്പോഴാണ് അവന് മരണം എന്താവുക? കുറച്ച് എളുപ്പമാവുക. പക്ഷെ ദുനിയാവിനെ പറ്റി ചിന്തിക്കുമ്പോഴോ അവന് മരിക്കാൻ തോന്നൂല. അപ്പോ കറാഹിയത്തുൽ മൗത്ത്, മരണത്തെ വെറുത്ത് ഹുബ്ബുദ്ദുനിയ, ദുനിയാവിനോട് അങ്ങേയറ്റത്തെ സ്നേഹം ഒരാൾക്കുണ്ടായാൽ അവന്റെ ഹൃദയം കസ്വത്തിലേക്ക് എത്തും. മൂന്നാമത്തത്, എത്ര തെറ്റ് ചെയ്തിട്ടും നമുക്ക് ആ തെറ്റിന്റെ വിഷയത്തിൽ യാതൊരു ഗൗരവവുമില്ല. നിസ്സാരം തെറ്റുകളൊക്കെ ചെയ്യുമ്പോൾ വളരെ നിസ്സാരമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ഹൃദയം എന്ത് ചെയ്തിട്ടുണ്ട്? കസ്വത്തിലായിട്ടുണ്ട്. കാരണം ചില ആളുകൾക്ക് തെറ്റ് എത്ര ചെയ്താലും തൗബ ചെയ്യണം, ഇസ്തിഗ്ഫാർ ചെയ്യണമെന്ന തോന്നൽ അവർക്ക് ഉണ്ടാകൂല. നമുക്കറിയാം കുറ്റബോധത്തിന്റെ ഒരു മനസ്സുണ്ട്. ആ കുറ്റബോധത്തിന്റെ മനസ്സൊരു ഹൈറാണെന്നാണ്. ഒരു മനുഷ്യന്റെ മനസ്സിന് തെറ്റ് ചെയ്തിട്ട് കുറ്റബോധം ഉണ്ടാവുക എന്നത് അള്ളാഹു നൽകുന്ന ഒരു വലിയ അനുഗ്രഹമാണ്. നമ്മുടെ ഹൃദയം നമ്മളോട് എന്ത് ചെയ്യും? കുറ്റപ്പെടുത്തും. ഹൃദയം തെറ്റ് ചെയ്ത് കഴിയുമ്പോൾ കുറ്റപ്പെടുത്തും. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ഒരു മനുഷ്യൻ വന്നു. അദ്ദേഹം വരുന്ന സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു, നീ എൻ്റെ അടുക്കലേക്ക് വന്നിട്ടുള്ളത് നന്മ എന്താണെന്ന് ചോദിക്കാനാണോ, ബിർ എന്താണെന്ന് ചോദിക്കാനാണോ എന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, അതേ നബിയെ, എന്താണ് ബിർ, എന്താണ് ഇസ്മ? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബിറിനെ പറ്റി പറഞ്ഞറിയോ? മത്മഅന്നത് ഇലൈഹി നഫ്സ് മത്മഅന്നത് ഇലൈഹിൽ ഖൽബ്. നിന്റെ ഹൃദയം സമാധാനമടയുന്ന ഏതൊരു കാര്യമുണ്ടോ അത് നന്മയാണ്. നീ ചെയ്തിട്ട് നിന്റെ മനസ്സിന് ഒരു റിലാക്സ് കിട്ടി, നിന്റെ കൽബിന് ഒരു വലിയൊരു എന്താ പറയുക ആശ്വാസം ലഭിച്ചു, അത് ചെയ്തതിന്റെ പേരിലൊരു വല്ലാത്തൊരു സമാധാനം നിന്റെ ഹൃദയത്തിനുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഏതൊരു പ്രവർത്തനവും ബിർറ. എന്നാൽ നിന്റെ ഹൃദയത്തിൽ ചൊറിച്ചിലുണ്ടാക്കുന്ന മാഹാക ഫീ സദ്രിക്, നിന്റെ ഹൃദയത്തിന് അത് ചെയ്തതിനു ശേഷം ഒരു ഇടങ്ങേറ്, അത് ചെയ്യണ്ടായിരുന്നു, അത് പറയണ്ടായിരുന്നു, അത് ചെയ്തത് മോശമായിപ്പോയി. നമ്മുടെ കൽബ് നമ്മളോട് ഒരു സംവേദനം നടത്തും, അല്ലെങ്കിൽ ഒരു സംവാദം നടത്തും, ചെയ്ത് തെറ്റായിപ്പോയി. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇസ്തഫ്തി ഖൽബക്, പുണ്യം എന്താണെന്ന് നിന്റെ കൽബിനോട് ചോദിക്കൂ, തിന്മ എന്താണെന്ന് നിന്റെ കൽബിനോട് ചോദിക്കൂ, കൽബ് പറഞ്ഞു തരും. അപ്പൊ നമ്മളൊരു തെറ്റ് ചെയ്തിട്ട് നമ്മുടെ കൽബ് എന്ത് ചെയ്യാണ്? പുണ്യം എന്താണ് എന്ന് നമുക്ക് ബോധ്യപ്പെടുത്തി തരും എന്നുള്ളതാണ്. തെറ്റ് ചെയ്തിട്ട് ആ തെറ്റെന്താണെന്ന് നമ്മുടെ കൽബ് എന്ത് ചെയ്യും? നമുക്ക് ബോധ്യപ്പെടുത്തി തരും. അങ്ങനെ തെറ്റ് ചെയ്തിട്ട് നമ്മുടെ കൽബ് നമ്മളെ ബോധ്യപ്പെടുത്തുന്നില്ല, കുറ്റബോധത്തിന്റെ മനസ്സില്ല, തൗബ ചെയ്യണം, ഇസ്തിഗ്ഫാർ നടത്തണം, നീ ചെയ്തത് തെറ്റായിപ്പോയി, മോശമാണ് നീ ചെയ്തത്, നീ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു എന്നൊക്കെ നമ്മുടെ കൽബ് ഇങ്ങനെ നമ്മളോട് പറയുന്നില്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ കൽബ് എന്തായിട്ടുണ്ട്? ഖസ്വത്തുൽ ഖൽബായിട്ടുണ്ട്. കാരണം ഏത് മനുഷ്യന്റെയും ഫിത്രത്തിൽ അല്ലാഹു വെച്ചിരിക്കുന്നതാണ്. പക്ഷെ അവന് തെറ്റിയിട്ട് യാതൊരു പ്രശ്നമില്ല എങ്കിൽ അവന്റെ കൽബ് ഖസ്വത്തുൽ ഖൽബായി. മറ്റൊന്ന് പണ്ഡിതന്മാർ പറഞ്ഞത്, ജനങ്ങളോട് അക്രമവും അനീതിയും കാണിക്കുക. മറ്റൊരു മനുഷ്യനോട് നമുക്കൊരു സഹതാപം, കരുണ, ദയ എന്നൊരു സംഗതി ഇല്ലാതാകുമ്പോഴാണ് മറ്റൊരാളോട് എന്ത് ചെയ്യുക? നമ്മൾ അക്രമം കാണിക്കുക, അനീതി കാണിക്കുക. അങ്ങനെ ഒരാൾക്ക് റഹ്മത്ത് നഷ്ടപ്പെട്ട് ലീനത്ത് നഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യും? അവന്റെ ഹൃദയത്തിൽ കസ്വത്ത് ബാധിച്ചിട്ടുണ്ട്. മറ്റൊന്ന് പണ്ഡിതന്മാർ പറഞ്ഞത്, ശുബ്ഹത്തുള്ള ഇടപാടുകളുണ്ട്, ഹലാലാണോ ഹറാമാണോ എന്ന് അയാൾക്ക് വ്യക്തതയില്ല, പക്ഷെ എന്നാലും അയാൾ എന്ത് ചെയ്യും? ഇടപെടും. അതൊന്നും പ്രശ്നമൊന്നുമില്ല, എല്ലാം ഹലാല് ഹറാമൊക്കെ നോക്കിയാൽ ഇവിടെ ഒരു പണി നടക്കൂല. ഇങ്ങനെ ചിന്തിക്കുന്ന ഒരാളുടെ ഹൃദയം എന്ത് ചെയ്തിട്ടുണ്ടാവും? കസ്വത്ത് വായിച്ചിട്ടുണ്ടാവും. കസ്വത്ത് ബാധിക്കാത്ത ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവനൊരു വിഷയം ഹലാലും ഹറാമും എന്ന ശുബ്ഹത്തിലാണോ എങ്കിൽ അവനിന്ന് വിട്ടു നിൽക്കും. കാരണം ഞാൻ എങ്ങാനും ഹറാമിലാവുന്നു. വിശേഷം പറഞ്ഞില്ലേ, നിങ്ങൾ ശുബ്ഹത്തിനെ പിൻപറ്റിയാൽ വഖഅ ഫിൽ ഹറാം, ഇങ്ങനെ ഹറാമിലെത്തും. അതുകൊണ്ട് തന്നെ ശുബ്ഹത്തുള്ള വിഷയത്തിന്റെ പിറകെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല?
പോകാൻ പാടില്ല. ഏറ്റവും കൂടുതൽ ആളുകൾ ചോദ്യമായിട്ട് വരുന്നത് എന്തിന്റെ പേരില? ശുബ്ഹത്തുള്ള വിഷയമായിട്ടാണ്. ശുബ്ഹത്തുള്ള വിഷയവുമായിട്ടാണ് പല ആളുകളും ചോദ്യം ചോദിക്കാൻ വരിക. എന്താ? ആ കാര്യത്തിൽ അവർക്ക് അവരുടെ മനസ്സ് അതിനോടൊരു ചാഞ്ഞിട്ടുണ്ടാവും. എന്നാൽ ഹലാലു വൽ ഹറാം, ഇന്നൽ ഹലാല വൽ ഹറാമ ബയ്യിനുൻ, ഹലാലും ഹറാമും വ്യക്തമാണ്. എന്നാൽ ഹലാലിനും ഹറാമിനും ഇടയ്ക്ക് എന്തുണ്ടാകും? നിങ്ങൾക്ക് ശുബ്ഹത്തുള്ള കാര്യങ്ങൾ ഉണ്ടാകും. ആരെങ്കിലും ശുബ്ഹത്തുകളെ പിൻപറ്റിയാൽ അവൻ അവസാനം എത്തിച്ചേരുന്നത് എവിടെയാണ്? വഖഅ ഫിൽ ഹറാം, ഹറാമിലായിരിക്കും. അപ്പോൾ ഒരു തഖ്വയുള്ള സൂക്ഷ്മതയുള്ള ഒരാൾ എന്ത് ചെയ്യും? ഇത്തരം വിഷയങ്ങൾ വന്നാൽ സൂക്ഷ്മതയുടെ പേരിൽ അതെന്ത് ചെയ്യും? ഒഴിവാക്കും. പക്ഷെ ഇതൊക്കെ വരുമ്പോൾ ചില ആളുകൾ എന്ത് ചെയ്യും? അതൊന്നും ഒരു പ്രശ്നമല്ല. അവരുടെ ഹൃദയം ഒരു തെറ്റ് പറ്റിയാലും പ്രശ്നമില്ല എന്നിടത്തേക്ക് അവരെത്തും. അപ്പൊ ഇത് ഒരു മനുഷ്യന്റെ മനസ്സിൽ ഖസ്വത്ത് ബാധിച്ചിട്ടുണ്ടോ എന്ന് തിരിച്ചറിയാൻ കഴിയുന്ന ചില അടയാളങ്ങളാണ്. ഇനി ഒരു കാര്യം കൂടി പണ്ഡിതന്മാർ പറഞ്ഞു. അള്ളാനെ പേടിച്ചു, അള്ളാനെ പറ്റി ഭയമുണ്ട്, അത് ഓർത്തിട്ട് നമ്മുടെ കണ്ണ് നനയുന്നില്ലെങ്കിൽ, കണ്ണ് ഉണങ്ങിപ്പോയി, ഡ്രൈ ആയെങ്കിൽ അത് ഖസ്വത്തിന്റെ അടയാളമായി പണ്ഡിതന്മാർ പറഞ്ഞു. നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ച് എന്ത് ചെയ്യാണ്? നമ്മളിങ്ങനെ ഓർക്കണം. നമ്മുടെ മരണത്തെ പറ്റി ഓർക്കണം, നമ്മുടെ പരലോകത്തെ പറ്റി ഓർക്കണം. നാളെ പരലോകത്തെത്തി റബ്ബിന്റെ മുന്നിൽ എത്തി നിന്നാൽ ഞാൻ എന്തു ചെയ്യും എന്നോർക്കുമ്പോൾ നമ്മുടെ കണ്ണുകൾ നനയുന്നില്ലെങ്കിൽ നമ്മുടെ ഖൽബ് ഖസ്വത്ത് ബാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനിയുമുണ്ട് എണ്ണി പറയാൻ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് പറഞ്ഞത്. അപ്പോ ഒരാളുടെ ഹൃദയത്തിന് ഖസ്വത്ത് ബാധിച്ചിട്ടുണ്ടോ ഇല്ലേ എന്ന് തിരിച്ചറിയാനുള്ള കാര്യങ്ങളാണ് ഞാനിപ്പോ പറഞ്ഞത്. ഇനി ഖസ്വത്ത് ബാധിക്കാനുള്ള കാരണം എന്താണ്? അസ്ബാബുകൾ എന്താണ്? ഒന്ന് കസ്റത്തു ദുനൂബാണ്, പാപം അധികമായി ചെയ്യുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു ഹദീസിൽ കാണാം, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നൽ മുഅ്മിന ഇദാ അദ്നബ, ഒരു വിശ്വാസി ഒരു തെറ്റ് ചെയ്തു, കാനത് നുക്തത്തുൻ സൗദാ ഫീ ഖൽബിഹി, അവന്റെ ഹൃദയത്തിൽ എന്ത് ചെയ്യും? അതൊരു കറുത്ത പുള്ളിയാകുമെന്നാണ്. നുക്തത്തുൻ എന്ന് പറഞ്ഞാൽ ഡോട്ട്. അപ്പൊ ഒരു തെറ്റ് ചെയ്താൽ അവന്റെ ഹൃദയത്തിൽ എന്ത് വീഴും? ഒരു കറുത്ത ഡോട്ട് വീഴുമെന്നാണ്. ഫഇൻ താബ, അവൻ അതിൽ നിന്നും മടങ്ങി, വനസഅ വസ്തഗ്ഫറ, അവന്റെ ആ തെറ്റിൽ നിന്ന് അവൻ മടങ്ങിക്കഴിഞ്ഞാൽ അതങ്ങ് നീങ്ങിക്കഴിഞ്ഞു, അവന്റെ ആ തെറ്റിൽ നിന്ന് അവൻ മാറി. വസ്തഗ്ഫറ, അവൻ ഇസ്തിഗ്ഫാർ തേടിയാൽ സുഖില ഖൽബുഹു, അവന്റെ ഹൃദയം ഒരു മിനുസമുള്ളതാവും, അത് ക്ലീനാക്കി. എന്തുകൊണ്ട്? തൗബയും ഇസ്തിഗ്ഫാറും കൊണ്ട്. അപ്പൊ ഒരു തെറ്റ് ചെയ്താൽ ഹൃദയത്തിൽ ഡോട്ട് വീഴുന്നതിനെ മായ്ക്കാനുള്ളതാണ് എന്ത്? തൗബയും ഇസ്തിഗ്ഫാറും. വഇൻ സാദ, ഇനി ആ തെറ്റവും വർദ്ധിപ്പിച്ചാലോ? സാദത് ഹത്താ യഅലു വഖൽബഹു, അവന്റെ ഹൃദയത്തിൽ ആ ഡോട്ട് എന്ത് ചെയ്യും? വർദ്ധിച്ചുകൊണ്ടിരിക്കും. ഡോട്ടിന്റെ എണ്ണം കൂടും. നമ്മളൊരു വെള്ള വസ്ത്രത്തിൽ ഒരു കറുത്ത പുള്ളി ഇട്ടു, കുറെ പുള്ളി ഇട്ടാലോ പിന്നെ അതിനെ വെള്ള വസ്ത്രം എന്ന് പറയൂല. ആ പുള്ളിയുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും? ആ വെള്ള വസ്ത്രത്തിന്റെ നിറം കറുപ്പായി മാറും. എന്ത് പറയണ? അതാണ് കറ. എങ്ങനെയുള്ള കറ? അല്ലദീ ദക്കറല്ലാഹു അസ്സ വജല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞ ആ കറ അതാണ്. കല്ലാ ബൽ റാന അലാ ഖുലൂബിഹിം മാ കാനൂ യക്സിബൂൻ, സൂറത്തുൽ മുത്തഫിഫീനിലെ ആയത്താണ്. കല്ലാ, വേണ്ട, ബൽ റാന അലാ ഖുലൂബിഹിം മാ കാനൂ യക്സിബൂൻ, അവർ സമ്പാദിച്ചതിന്റെ ഫലമായി അവരുടെ ഹൃദയങ്ങളിൽ കറ പുരണ്ടിട്ടുണ്ട്. റാന എന്ന് പറഞ്ഞാൽ കറ വീഴുന്നതിനാണ് റാന എന്ന് പറയുക. അപ്പൊ എന്താണ് ഇവിടെ റാൻ എന്ന് ഉദ്ദേശിച്ചത്? ഒരു വിശ്വാസി ഒരു തെറ്റ് ചെയ്യുമ്പോൾ അവന്റെ ഹൃദയത്തിൽ ഒരു പുള്ളി വീണു, ആ പുള്ളിയുടെ എണ്ണം കൂടിക്കൂടി അതെന്താവും? ഒരു കറയായി മാറും. ഇങ്ങനെ തെറ്റ് ചെയ്ത് കഴിയുമ്പോൾ അവനൊരു തെറ്റ് നിസ്സാരമായിട്ട് തോന്നുള്ളൂ. മനസ്സിലായോ? ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞത്? ഒരു ചെറിയ തെറ്റ് പോലും അവന്റെ മേലെ വീഴാൻ പോകുന്ന ഒരു മല പോലെയാണ്. പക്ഷെ ഒരു അവിശ്വാസിയുടെ മുന്നിൽ ഒരു തെറ്റ് ഏതുപോലെയാണ്?
ഒരു മൂക്കിന്റെ തുമ്പത്തിങ്ങനെ ഓടിക്കളിക്കണ ഈച്ചയെ പോലെയാണ്. ആലോചിക്കണം നമ്മൾ. ഇതൊക്കെ എന്തിനാണ് വിശ്വാസം പഠിപ്പിച്ചു തന്നത്? നമുക്കൊരു തെറ്റ് വരുമ്പോ പടച്ചോനെ ഇത് തെറ്റാണ്, എനിക്ക് തെറ്റ് സംഭവിച്ചു, ഒരു വല്ലാത്തൊരു പ്രയാസം നമുക്ക് ഉണ്ടാകണം. നമ്മുടെ മേത്തേക്ക് ഒരു മല വീഴാൻ പോകുന്ന, പർവ്വതം വീഴാൻ പോകുന്ന പ്രതീതി ഉണ്ടാകണം. എന്നാൽ ഒരു കാഫിറിനെ സംബന്ധിച്ചിടത്തോളം ഹേയ് അതൊന്നും ഒരു കുഴപ്പമില്ല എന്ന് പറയും. ഇങ്ങനത്തെ ഒരവസ്ഥ നമുക്കുണ്ടായാൽ അതാണ് ഖസ്വത്തുൽ ഖുലൂബിന്റെ കാരണമായി പണ്ഡിതന്മാർ ഒന്നാമതായി എണ്ണിയത്, പാപത്തിന്റെ ആധിക്യം. അപ്പൊ ഒരിക്കലും പാപം ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഇസ്തിഗ്ഫാറും തൗബയും എന്ത് ചെയ്യണം? ഓടി വരണം. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, ഒരാൾ തന്റെ നഫ്സിനോട് തെറ്റ് ചെയ്തു, പക്ഷെ അവൻ അപ്പൊ തന്നെ എന്ത് ചെയ്തു? ഇസ്തിഗ്ഫാർ തേടിയാൽ അള്ളാഹു ആ പാപം മായ്ച്ചു കളയുമെന്നാണ്. ഒരുപാട് ഇസ്തിഗ്ഫാറുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഹദീസ് ഉണ്ട്. പക്ഷെ നമ്മുടെ വിഷയത്തിൽ മാറിപ്പോകുമെന്നത് കൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. രണ്ടാമത്തെ സബബായി പണ്ഡിതന്മാർ പറഞ്ഞത് അൽ ഗഫ്ലത്തു അൻ ദിക്രില്ലാ. ഗഫ്ലത്താണ്. എന്താണ് ഗഫ്ലത്ത് എന്ന് പറഞ്ഞാൽ? അശ്രദ്ധ. അശ്രദ്ധ എന്ത് മൂലം ഉണ്ടാകുന്നതാണ്? മറവി മൂലം ഉണ്ടാകുന്നതാണ് അശ്രദ്ധ. ഇൻഷാ അല്ലാഹ് ഒന്ന് വിശദീകരിക്കാനുണ്ട്. വമല്ലാഹു ബിഗാഫിലിൻ അമ്മാ തഅമലൂൻ എന്ന വാചകം വിശദീകരിക്കുമ്പോൾ നമ്മളത് പറയും. അൽ ഗഫ്ലത്തു അൻ ദിക്രില്ലാ, അള്ളാഹനെ ഓർക്കുന്നതിൽ നിന്നും വതദബ്ബുരിൽ ഖുർആൻ, ഖുർആൻ ചിന്തിക്കുന്നതിനെ പറ്റിയും അശ്രദ്ധരാവുക. ചിലപ്പോൾ നരകത്തിന്റെ ആയത്തിന്റെ അരികിലൂടെ ഇരിക്കും നമ്മളിങ്ങനെ ഓതിപ്പോയത്, പക്ഷെ നമ്മൾ അറിയണില്ല ഞാൻ നരകത്തിന്റെ ആയത്താണ് ഓതണതെന്ന്. മനസ്സിലായോ? മരണത്തെ പറ്റിയുള്ള ആയത്താണ് ഞാൻ ഓതണത്, പക്ഷെ ചിലപ്പോൾ നമ്മൾ വേറെ എന്തെങ്കിലും ഫിക്കറിൽ ഇരുന്നിട്ടായിരിക്കും നമ്മൾ ഓതുക. വളരെ ഗൗരവപ്പെട്ട ആയത്തുകളിലൂടെ നമ്മൾ വളരെ ലാഘവത്തോടെ ചിലപ്പോൾ ഓതുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? കടന്നു പോകുന്നുണ്ട്. അതെന്തുകൊണ്ടാണ്? ഗഫ്ലത്ത് കൊണ്ടാണ്. ചില സന്ദർഭങ്ങളിൽ നമ്മൾ അള്ളാഹനെ ഓർക്കേണ്ട നിമിഷങ്ങൾ ഉണ്ടാവും, പക്ഷെ നമ്മൾ അള്ളാഹുവിനെ ഓർക്കില്ല. എന്തുകൊണ്ട്? ഗഫ്ലത്ത് കൊണ്ട്. അപ്പൊ ഈ ഗഫ്ലത്ത് നമുക്ക് ബാധിച്ചാൽ നമ്മൾ ക്രമേണ എന്ത് സംഭവിക്കും? നമുക്ക് ഖസ്വത്ത് സംഭവിക്കും. വിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലേ, വമൻ അഅറള അൻ ദിക്രി ഫഇന്ന ലഹു മഈശതൻ ദൻക. ആര് എന്റെ ദിക്റിൽ നിന്ന് തിരിഞ്ഞു കളയുന്നുവോ അവന് നാം ഇടുങ്ങിയ ജീവിതമാണ് കൊടുക്കുക. വനഹ്ശുർഹു യൗമൽ ഖിയാമത്തി അഅമ. അവൻ ഖിയാമത്ത് നാളിൽ അന്ധനായി കടന്നു വരുമെന്നാണ്. മൂന്നാമത്തേത് അദ്മുർ റഹ്മത്തി ബിൽ ഖൽഖ്. സൃഷ്ടികളോട് കാരുണ്യം കാണിക്കാതിരിക്കുന്നതിലൂടെ അവന്റെ ഹൃദയം എന്ത് ചെയ്യും? കടച്ചു പോകും. അതുകൊണ്ട് ഇർഹമു മൻ ഫിൽ അർദ് യർഹമുക്കും മൻ ഫിസ് സമാ. നിങ്ങൾക്ക് അള്ളാന്റെ കാരുണ്യം വേണോ എങ്കിൽ നിങ്ങൾ ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കൂ. ഇതൊക്കെ അള്ളാന്റെ റസൂൽ ഇങ്ങനെ പഠിപ്പിച്ചത് എന്തിനാണ്? നമ്മുടെ കൽബ് ഖസ്വത്താകാതിരിക്കാനാണ്. ലീനത്തുണ്ടാകണം കൽബിന്. നമ്മൾ പറയും അവന് മനസ്സിനൊരു അലിവില്ല കേട്ടോ എന്ന് പറയും. ഒരു അലിവ് അവനില്ല എന്ന് പറയും. കാരണം എന്തൊക്കെ പറഞ്ഞാലും അവനൊരു മാറ്റം ഉണ്ടാവില്ല എന്ന് പറയും. അതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നബിയുടെ ജീവിതത്തിൽ ഒരു സംഭവം ഉണ്ടായി. ഒരു അറാബി നബിയുടെ അടുക്കിലേക്ക് വരികയാണ്. നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ട് ആ സംഭവം. ആ അറാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കിലേക്ക് ഇങ്ങനെ കടന്നു വരുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ പേരക്കുട്ടികളായ ഹസനെയും ഹുസൈനെയൊക്കെ എന്ത് ചെയ്യാണ്? ചുംബിക്കുകയാണ്, ഉമ്മ വെക്കുക. അപ്പൊ അറാബി ചോദിച്ചു, നബിയെ നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ ഉമ്മ വെക്കാറുണ്ടോ, ചുംബിക്കാറുണ്ടോ എന്ന് ചോദിക്കാം. എന്നാലോചിക്കൂ, ഒരു കുട്ടിയെ പേരക്കുട്ടികളെ ഉമ്മ വെക്കുന്ന ഉപ്പുപ്പമാരുടെ ഉമ്മുമ്മമാരുടെ മനസ്സ് അല്ലേ? വാപ്പാനെ ഉമ്മാനേക്കാൾ കൂടുതൽ സ്നേഹം ഉപ്പുപ്പാക്കും ഉമ്മുമാക്കായിരിക്കും മക്കളോട്. കാരണം അവരെ കാണുമ്പോൾ അവരുടെ മനസ്സ് വല്ലാതെ അലിയും. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പേരക്കുട്ടികളെ ഉമ്മ വെച്ച് കണ്ടപ്പോ അറാബി ചോദിക്കുക, നിങ്ങൾ കുട്ടികളെയൊക്കെ ഉമ്മ വെക്കാറുണ്ടോ? എനിക്ക് 10 മക്കളുണ്ട്, ഞാൻ ഒരാളെയും ചുംബിക്കാറില്ല. അപ്പൊ നബി അതിന് കൊടുത്ത മറുപടി എന്താണെന്നറിയോ? അവ അംലികു ലക് അൻ നസഅ അല്ലാഹു മിൻ ഖൽബിക്. നിന്റെ ഹൃദയത്തിൽ നിന്ന് അല്ലാഹു കാരുണ്യത്തെ നീക്കിയാൽ അത് എനിക്കെങ്ങനെ നിനക്ക് ഉടമപ്പെടുത്തി തരാൻ പറ്റും? അപ്പൊ നമ്മൾ കുട്ടികളെ ഉമ്മ വെക്കുന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ മനസ്സിനൊരു അലിവുണ്ടെന്നതിന്റെ അടയാളാണ്. അപ്പൊ നമുക്ക് കാരുണ്യം ഉണ്ടാകണമെങ്കിൽ നമ്മുടെ കുഞ്ഞു പൈതലുകളെ നമ്മൾ എന്ത് ചെയ്യണം? താലോലിക്കണം. അതായത് നമ്മൾ മുകളിൽ നിന്ന് താഴെ ഇറങ്ങും കുട്ടികളായിട്ട് നമ്മൾ കളിക്കുമ്പോൾ. എന്നാലോചിച്ചു, ഹസനും ഹുസൈനും അല്ലെങ്കിൽ ഹസനോ ഹുസൈനോ ആരെങ്കിലും ഒരാൾ നബിയുടെ പള്ളിയിലേക്ക്, നബി മിമ്പറിൽ ഇരിക്കുമ്പോ പള്ളിയിലേക്ക് വന്ന നബി എന്ത് ചെയ്യും? ആ മിമ്പറിൽ നിന്ന് ഇറങ്ങിയ കുട്ടി എടുക്കും എന്നുള്ളതാണ്. എന്നാലോചിച്ച് നോക്ക്.
നമസ്കാരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുജൂദിലായുമ്പോൾ നബിയുടെ മുതുകിൽ ആരുണ്ടാകും? ഹസനോ ഹുസനോ ആരെങ്കിലും ഉണ്ടാവും. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പോലും ചെറിയ കുട്ടികളെ പരിഗണിച്ചു. ആ കുട്ടികളോടൊപ്പമുള്ള സഹവാസം നബി എന്ത് ചെയ്തിരുന്നു? നടത്തിയിരുന്നു എന്നാണ്. ആ ഒരു പ്രവർത്തനത്തിന്റെ മെസ്സേജ് എന്താണ്? നമ്മളും നമ്മുടെ ചെറിയ കുട്ടികളോട്, പേരക്കുട്ടികളോട് എന്ത് ചെയ്യണം? അങ്ങനത്തെ ഒരു സഹവാസം നടത്തുമ്പോഴാണ് നമ്മുടെ പ്രൊഫഷണൽ ലൈഫിൽ നിന്ന് നമ്മൾ ചിലപ്പോ വലിയൊരു സർക്കാർ ജോലിയുടെ വലിയ ടോപ്പ് ലെവലിലൊക്കെ ആയിരിക്കും ഇരിക്കുക, അല്ലെങ്കിൽ വലിയ കമ്പനിയുടെ വലിയ പോസ്റ്റിലായിരിക്കും ഇരിക്കുക. ചിലപ്പോൾ ആ പോസ്റ്റിൽ ഇപ്പൊ ഇങ്ങനെ ഇരിക്കുമ്പോൾ എപ്പോഴും ചിരിച്ചോണ്ടിരിക്കാൻ പറ്റൂല ചിലപ്പോ. അപ്പൊ എപ്പോഴും ഇങ്ങനെ സ്ട്രിക്റ്റ് ആയിട്ട് അല്ലെ, ചില പോലീസുകാർക്ക് ചിലപ്പോൾ ചിരിക്കാൻ പറ്റൂല. പക്ഷെ ആ പോലീസുകാരനൊന്ന് സാധാരണ മനുഷ്യനാകണമെങ്കിൽ ചിലപ്പോൾ എന്ത് ചെയ്യേണ്ടി വരും? ആ വീട്ടിലേക്ക് എത്തേണ്ടി വരും, കുട്ടികളോടൊപ്പം ആകേണ്ടി വരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു രാജ്യത്തിന്റെ ഭരണാധികാരിയാണ്, സൈന്യത്തിന്റെ സൈന്യാധിപനാണ്. അങ്ങനെ എന്തെല്ലാം സ്ഥാനങ്ങൾ അലങ്കരിക്കാൻ പറ്റുമോ ആ സ്ഥാനങ്ങളൊക്കെ അലങ്കരിച്ച വ്യക്തിയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ റസൂല് തന്റെ ഹൃദയത്തിന് ലീനത്തുണ്ടാകാൻ കുട്ടികളുമായി എന്ത് ചെയ്തു? സഹവസിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹ് പറഞ്ഞില്ലേ, നബിയെ താങ്കൾ ഒരു കടുത്ത ഹൃദയത്തിന്റെ ഉടമയായിരുന്നെങ്കിൽ ലൻ ഫദ്ദു മിൻ ഹൗലിക്, താങ്കളുടെ ചുറ്റുന്ന ആളുകൾ എന്ത് ചെയ്യും? ഓടിപ്പോകുമായിരുന്നു. പക്ഷെ അള്ളാന്റെ കാരുണ്യം കൊണ്ട് താങ്കൾക്ക് അള്ളാഹു എന്ത് ചെയ്തു? ആ സോഫ്റ്റ്നെസ് തന്നു എന്ന് പറയാം. അപ്പൊ നമ്മുടെ ഹൃദയത്തിന് എന്തുണ്ടാകണം? ഒരു ലീനത്തുണ്ടാകണമെങ്കിൽ കുട്ടികളുമായി സഹവസിക്കണം. മറ്റൊന്ന് തുവലുൽ അമൽ വതമന്നി, കാലങ്ങൾ ഇങ്ങനെ കഴിഞ്ഞു പോവുക. തൗലുൽ അമൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോ ഇത് ശരിക്കും പറഞ്ഞാൽ ജൂതന്മാരെ പറ്റിയും നസാറാക്കളെ പറ്റിയും പറഞ്ഞതാണ് ഈ സംഭവം. അവർക്ക് വേദഗ്രന്ഥം കിട്ടി, തൗറാത്ത് കിട്ടി, ഇഞ്ചീല് കിട്ടി. അപ്പൊ ഞങ്ങളൊക്കെ വേദക്കാരാണ്, ഞങ്ങളൊക്കെ പണ്ടേ അള്ളാന്റെ ആളുകളാണ്, പ്രവാചകന്മാരുടെ പിന്തലമുറക്കാരാണ്, ഞങ്ങൾ പഴയ ആളുകളാണെന്ന് പറഞ്ഞ് ഇങ്ങനെ കാലം കഴിഞ്ഞു പോയി. പക്ഷെ ഹക്ക് വന്നപ്പോൾ അവരെന്ത് ചെയ്തില്ല? വിശ്വസിച്ചില്ല. ഞങ്ങൾ പണ്ടേ തൗഹീദുള്ള ആളുകളാന്ന് പറയും ചില ആളുകൾ. ഞങ്ങൾ തൗഹീദ്, പണ്ട് എൻ്റെ ഉപ്പയൊക്കെ ഭയങ്കര തൗഹീദിന്റെ ആളായിരുന്നു. അവൻ എവിടെയാണ്? അവൻ എന്താ തൗഹീദ് എന്ന്, തൗഹീദിന്റെ താരീഫ് എന്താന്ന് ചോദിച്ചു നോക്കി. എന്താണ് തൗഹീദ്, എന്താണ് ശിർക്ക് എന്ന് ചോദിച്ചാൽ അറിയാൻ പറ്റൂല. പക്ഷെ എൻ്റെ വല്ലുപ്പ ഇവിടുത്തെ വലിയ ആളായിരുന്നു, സെക്രട്ടറി ആയിരുന്നു, പ്രസിഡന്റ് ആയിരുന്നു പള്ളിയുടെ. അങ്ങനെ വല്ലുപ്പാന്റെ പാരമ്പര്യം പറഞ്ഞ് കാലങ്ങൾ ഇങ്ങനെ കഴിഞ്ഞു പോയി എന്നും പറയണത് ഈ വല്ലുപ്പമാരുടെ പാരമ്പര്യമാണ്. ഇതാണ് ജൂതന്മാരുടെ ശൈലി. അവരവരുടെ മുൻഗാമികൾ വലിയ പ്രവാചകന്മാരായിരുന്നു, തൗറാത്തിന്റെ ആളുകളായിരുന്നു. എന്നിങ്ങനെ കാലം കഴിഞ്ഞു പോകും. പക്ഷെ ഒരു ഹക്ക് അവരോട് പറഞ്ഞു നോക്കിയേ, അപ്പൊ അവർക്ക് വിശ്വസിക്കാൻ പറ്റൂല. അതാണ് ഖസ്വത്തുൽ ഖുലൂബ്. വിശുദ്ധ ഖുർആൻ പറയാണ്, വലാ യകൂനൂ കല്ലദീന ഊതുൽ കിതാബ മിൻ ഖബ്ൽ, നിങ്ങൾക്ക് മുമ്പുള്ള വേദം നൽകപ്പെട്ടവരെ പോലെ വിശ്വാസികളായിട്ടില്ല. വിശ്വാസികളെ പറ്റി പറയണം, അവര് വേദം നൽകപ്പെട്ട നിങ്ങൾക്ക് മുമ്പുള്ള ജൂതന്മാരെ പോലെയും നസാറാക്കളെ പോലെ ആയിട്ടില്ല, അല്ലെങ്കിൽ ആകരുത്. കാരണം എന്താ? ഫതാല അലൈഹിമുൽ അമദ്, കാലങ്ങൾ അവരുടെ മേൽ കഴിഞ്ഞുപോയി. ഫഖസത് ഖുലൂബുഹും, അവരുടെ ഹൃദയങ്ങൾ കടുത്തു പോവുകയും ചെയ്തു. തൗറാത്തുണ്ട് കയ്യില്, ഇഞ്ചീലുണ്ട് കയ്യില്, പക്ഷെ ഇതിന്റെയൊക്കെ പാരമ്പര്യം പറച്ചിലാണ് ഇവരുടെ പണി. ഇതിപ്പോ നമ്മുടെ സമകാലിക കാലഘട്ടത്തിൽ ഏറെ ശ്രദ്ധേയമായ ഒരു സംഭവമാണ്. നമ്മളൊക്കെ ചിന്തിക്കേണ്ട വിഷയമാണ്. നമ്മളൊക്കെ സലഫികളാണ്, നമ്മളൊക്കെ തൗഹീദിന്റെ ആളുകളാണ്, മുജാഹിദുകളാണെന്നൊക്കെ പറഞ്ഞ് ആ പാരമ്പര്യം പറയലല്ല, മറിച്ച് ഒരു പുതിയൊരു കാര്യം പറഞ്ഞു വരുമ്പോ നമ്മൾ ഇത്ര നാളും കേട്ടിട്ടില്ലല്ലോ എന്ന് പണ്ട് സമസ്തക്കാര് പറഞ്ഞെടുത്തേക്കാണ് നമ്മുടെ ആളുകൾ പോണത്. ആ ഒരു ശൈലിയല്ല, മറിച്ച് ഇന്നൊരു പുതിയ അറിവ് കേട്ടാൽ ഇത് ഇതുവരെ കേൾക്കാത്ത ഒന്നാണല്ലോ, ഒരു പുതിയ അറിവാണല്ലോ എന്ന് മനസ്സിലാക്കി നമ്മളത് ഉൾക്കൊള്ളാൻ നമുക്ക് കഴിയണം. ഇല്ലെങ്കിൽ നമ്മൾ ഒരു ഹക്ക് ഒരാൾ പറഞ്ഞാൽ നമ്മുടെ ഹൃദയം കടുത്തുപോയതിന്റെ കാരണം കൊണ്ട് ആ ഹക്ക് ഉൾക്കൊള്ളാൻ കഴിയൂല എന്നുള്ളതാണ്. പിന്നീട് പണ്ഡിതന്മാര് പറഞ്ഞത് കസ്റത്തുൽ ളഹിക്, ചിരിയുടെ ആധിക്യം. ചിരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചിരിച്ചിട്ടുണ്ട്, പുഞ്ചിരിച്ചിട്ടുണ്ട്, നബിയുടെ പല്ല് കാണുമാറ് ചിരിച്ചിട്ടുണ്ട്. പക്ഷെ ഇത് ഗൗരവമുള്ള വിഷയം പറഞ്ഞാലും ചില ആളുകൾ എന്ത് ചെയ്യും? ചിരിക്കും. പരലോകം പറഞ്ഞിട്ട് ചിരിച്ചാലോ എങ്ങനെ ഉണ്ടാവും? ഗൗരവമുള്ള വിഷയമാണ്. പ്രവാചകനും സ്വഹാബികളൊക്കെ പരലോകത്തിന്റെ വിഷയം എത്തുമ്പോൾ അവർ കുട്ടികളെ പോലെ കരയുമായിരുന്നു എന്നാണ്. പക്ഷെ ഇത് നമ്മൾ പരലോകത്തെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ തമാശയായിട്ട് നമ്മൾ പറയും, ഖബറിലെ വിഷയം തമാശയായിട്ട് പറയും.
ഗൗരവമുള്ള വിഷയമാണ്. ചില ആളുകൾക്ക് മരണം പറഞ്ഞാലും ഖബർ പറഞ്ഞാലൊന്നും അവരുടെ മുഖത്ത് ചിരിയായിരിക്കും ഉണ്ടാകുക. കസറത്തുൽ ളഹിക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ ചിരിയുടെ ആധിക്യത്തെ നിങ്ങൾ പേടിക്കണം. കാരണം കസറത്തുൽ ളഹിക് ഒരാൾക്കുണ്ടായാൽ തുമീത്തുൽ ഖൽബ്, അവന്റെ ഹൃദയം മരിപ്പിച്ചു കളയുമെന്നാണ്. കസറത്തുൽ ളഹിക് ഒരാളുടെ ഹൃദയത്തെ മരിപ്പിച്ചു കളയും, ജീവനില്ലാത്തൊരവസ്ഥയാക്കും. അപ്പൊ നമ്മുടെ ഹൃദയം മരിച്ചു പോയാൽ ഈ പറഞ്ഞ പോലെ എന്താവും? കല്ലാവും. അതാകാതിരിക്കണമെങ്കിൽ നമ്മൾ ആവശ്യത്തിന് ചിരിക്കുക, അനാവശ്യമായ ചിരിയിലേക്ക് നമ്മൾ എന്ത് ചെയ്യരുത്? പോകരുത്. എന്നും പറഞ്ഞ എല്ലാ സമയത്തും ചിരിക്കാൻ പാടില്ല, മസിൽ പിടിച്ചിരിക്കണോ, അങ്ങനെ ഇരിക്കണോ? അങ്ങനെ ഇരിക്കണമെന്നല്ല എൻ്റെ ഉദ്ദേശം. ചില ആളുകൾ ചിലപ്പോൾ അങ്ങനെ വായിക്കും, അധികം ചിരിക്കാൻ പാടില്ല, അധികം ചിരിച്ച ഹൃദയം കടുത്തു പോകുമെന്ന് വിളിച്ചിട്ട് ചിലപ്പോൾ ചിരിക്കേണ്ട സമയത്ത് ചിരിക്കാതിരിക്കുന്നതും ചിലപ്പോൾ എന്താവും? നമ്മളെ വേറെ രൂപത്തിൽ ആളുകൾ മനസ്സിലാക്കാൻ കാരണമാവും. എന്നാൽ ചിരിക്കേണ്ട സമയത്ത് ചിരിക്കണം, പക്ഷേ അനാവശ്യമായ ചിരി നമ്മുടെ ഹൃദയത്തെ മരിപ്പിച്ചു കളയും. ഇനി ഇതിൻ്റെ സബബും അതേപോലെ തന്നെ തിരിച്ചറിയാനുള്ള കാരണങ്ങളൊക്കെ നമ്മൾ പഠിച്ചത്. ഇനി ഇലാജ് വേണം, ഇതിന്റെ ചികിത്സ വേണം. ഖസ്വത്തുൽ ഖുലൂബ് ഒന്ന് ചികിത്സിച്ചെടുക്കണം. എന്താണ് ഇതിന്റെ മാർഗം? ഒന്ന്, അള്ളാഹുവിനെ ധാരാളമായിട്ട് ഓർക്കുക എന്നുള്ളതാണ്. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, വിശുദ്ധ ഖുർആനിന്റെ ഓത്ത് കേൾക്കുമ്പോൾ ചില ആളുകൾ അള്ളാഹനെ ഓർത്തിട്ട് തഖ്ശഇറു മിൻഹു ജുലൂദുൽ ലദീന യഖ്ശൗന റബ്ബഹും സുമ്മ തലീനു ജുലൂദുഹും വഖുലൂബുഹും ഇലാ ദിക്രില്ലാഹ്. അള്ളാഹിന്റെ ഓർമ്മയിലേക്ക് അല്ലെങ്കിൽ അള്ളാഹിനെ ഓർക്കുന്നിടത്തേക്ക് അവരുടെ ശരീരം തെലീനു, ലീനത്തുള്ളതാകുന്ന, സോഫ്റ്റ് ആവും, വളരെ ലോലമാകും അവർ. വഖുലൂബുഹും, അവരുടെ ഹൃദയം സോഫ്റ്റ് ആവും. എങ്ങനെ? അള്ളാഹിനെ പറ്റി ധാരാളം ഓർക്കും. എപ്പോഴാണ് അത് ഓർക്കുന്നത്? ഖുർആൻ കേൾക്കുമ്പോൾ. ഖുർആൻ കേട്ട് കഴിയുമ്പോൾ അവരുടെ ശരീരവും ഹൃദയവും ലോലമാകുമെന്ന്. അതേപോലെ തന്നെ പ്രവാചകന്റെ ഹദീസിൽ കാണാം, മസലുല്ലദീ യദ്കുറു റബ്ബഹു വല്ലദീ ലാ യദ്കുറു റബ്ബഹു മസലുൽ ഹയ്യി വൽ മയ്യിത്ത്. അള്ളാഹിനെ ഓർക്കുന്നവനെയും ഓർക്കാത്തവന്റെയും ഉപമ റസൂല് പറഞ്ഞത് അൽ ഹയ്യു വൽ മയ്യിത്ത്. അള്ളാഹിനെ ഓർക്കുന്നവൻ ഹയ്യാണ്, ജീവിച്ചിരിക്കുന്നവനെ പോലെയാണ്, ജീവനുള്ളവനെ പോലെയാണ്. അള്ളാഹിനെ ഓർക്കാത്തവനോ മയ്യിത്ത് പോലെയാണ്. നല്ല ഉപമയാണ്, വളരെ സിമ്പിളായി ആളുകൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അള്ളാഹിനെ ഓർക്കുന്നവൻ ഹയ്യാണ്, ജീവനുള്ളവൻ, ആക്റ്റീവാണ്. അള്ളാഹിനെ ഓർക്കാത്തവൻ ഡെഡാണ്. ഏറ്റവും നല്ല സിമ്പിളായ ഉദാഹരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെന്നത്. മറ്റൊന്ന് ഖിറാഅത്തുൽ ഖുർആൻ വ തദബ്ബുരുൽ ഖുർആൻ. ഖുർആന്റെ പാരായണവും ഖുർആന്റെ ആ ഓത്തിന് ആയത്തുകളെ പറ്റിയുള്ള തദബ്ബുറാണ്. ആ തദബ്ബുറിലൂടെ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ ഹൃദയത്തിന് മാറ്റം ഉണ്ടാവും. ഇതാ നിങ്ങൾ ഖുർആൻ ഓതിക്കേട്ടാൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഫസ്തമിഉ വഅൻസിതു ലഹു ലഅല്ലകും തുർഹമൂൻ. ഖുർആൻ നിങ്ങൾക്ക് ഓതി കേൾപ്പിക്കപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഫസ്തമിഉ, നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണമെന്നാണ്. അപ്പൊ ഖുർആൻ ഓതുന്ന സമയത്ത് നമ്മൾ ബാക്ക്ഗ്രൗണ്ടിൽ ഖുർആൻ ഇങ്ങനെ ഇട്ട് വെക്കും, വീട്ടിൽ ചിലപ്പോൾ വാഹനത്തിൽ ഇട്ട് വെക്കും, എന്നിട്ട് നമ്മൾ വേറെ സംസാരത്തിലാവും. അങ്ങനെ ഖുർആനിനെ നമ്മൾ എന്ത് ചെയ്യരുത്? കാണരുതെന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ട്. നിങ്ങൾ കേൾക്കാൻ അല്ലെങ്കിൽ ഖുർആൻ ഓഫ് ചെയ്യണം. നമ്മൾ ചിലപ്പോൾ ഇവിടെ ആരും കേൾക്കണുണ്ടാവില്ല, വേറെ ഷുഗിലായിരിക്കും, പക്ഷെ എന്നാലും ഒന്ന് ഖുർആൻ കിടക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇല്ല. ഖുർആൻ കേൾക്കാനാണെങ്കിൽ നമ്മൾ ഓണാക്കുക. ഖുർആൻ നമ്മളിങ്ങനെ വാഹനത്തിൽ ഖുർആൻ വെച്ചിട്ട് നമ്മൾ വേറെ കാര്യങ്ങൾ സംസാരിക്കാൻ പാടില്ല. അത് ഖുർആനിനെ നമ്മൾ കുറച്ച് കാണിക്കുക. കാരണം ഖുർആൻ ഒരു സ്ഥലത്ത് കേൾക്കുക, നമ്മൾ വേറെ കാര്യത്തിന് പ്രാധാന്യം കൊടുക്കുക, ഖുർആന് പ്രാധാന്യം കൊടുക്കുന്നില്ല. വേറെ വിഷയത്തിന് നമ്മൾ ഗൗരവം കൊടുക്കുക, ഖുർആൻ അത് നമ്മളിങ്ങനെ രസത്തിന് വേണ്ടി ഇടുക, അതില്ല. ഖുർആൻ കേട്ടാൽ ഫസ്തമിഉ, ഇസ്തിമാ നടത്തണം, ശ്രദ്ധിച്ച് കേൾക്കണമെന്നാണ്. അപ്പൊ ശ്രദ്ധ അവിടെ ഇരിക്കണം. വഅൻസിതു ലഹു, നിങ്ങൾ എന്ത് ചെയ്യണം? മിണ്ടാതിരിക്കണം. ഈ രണ്ട് മര്യാദ ഖുർആൻ കേൾക്കുമ്പോൾ നമുക്കുണ്ടായാൽ മാത്രമേ ലഅല്ലകും തുർഹമൂൻ, നിങ്ങൾക്ക് കാരുണ്യം ലഭിക്കപ്പെടുകയുള്ളൂ. അപ്പൊ ഖുർആൻ കേട്ടിട്ട് അള്ളാന്റെ കാരുണ്യം കിട്ടണമെങ്കിൽ ഈ രണ്ട് ഷർത്ത് പാലിക്കണം. എന്തൊക്കെയാണ്? ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണം, മറ്റൊന്ന്
നിശബ്ദമായിരിക്കണം. ഇനി വാഹനത്തിൽ ഖുർആൻ വെച്ചിട്ട് ഇങ്ങനെ പോകുമ്പോൾ നമ്മൾ വേറെ സംസാരത്തിലാണെങ്കിൽ നമ്മൾ മിണ്ടായിരിക്കാൻ പറയണം, എന്നിട്ട് കുറച്ചു നേരം ഖുർആൻ കേൾക്കാൻ പറയണം. എന്നിട്ട് നമുക്ക് വേറെ എന്തെങ്കിലും കാര്യം സംസാരിക്കണമെങ്കിൽ അത് എന്ത് ചെയ്യണം? പോസ് ചെയ്ത് വെക്കണം. ഇത് പല ആളുകളും, ബഹുഭൂരിപക്ഷ ആളുകളും ശ്രദ്ധിക്കാത്തൊരു വിഷയമാണ്. മൂന്നാമത്തത് ഇസ്തിഗ്ഫാർ വത്തൗബ. ഈ ഖസ്വത്തുൽ ഖുലൂബ് ഇല്ലാതിരിക്കാൻ വേണ്ടി അതിനുള്ള ചികിത്സ എന്താണ്? ഇസ്തിഗ്ഫാറും തൗബയുമാണ്. നാലാമത്തത് റഹ്മത്തു ബിൽ യതാമ വൽ മസാകീൻ. അനാഥകളോടും പാവപ്പെട്ടവരോടും എന്തുണ്ടാകണം? കാരുണ്യമുണ്ടാകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ കാണാം, ഇന്നറത്ത അയ്യലീന ഖൽബുക്. നിന്റെ ഹൃദയം ലോലമാകാൻ നീ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, റസൂൽ ഹദീസ് തുടങ്ങുന്നത് തന്നെ അങ്ങനെയാണ്. ഇന്നറത്ത അയ്യലീന ഖൽബുക്. നിന്റെ ഹൃദയം ലോലമാകാൻ നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഫഅത്ഇമിൽ മിസ്കീൻ. പാവപ്പെട്ടവർക്ക് എന്ത് ചെയ്യണം? ഭക്ഷണം കൊടുക്കണം. വംസ റഅസൽ യതീം. അനാഥയുടെ തല നീ തടവി കൊടുക്കണം. അനാഥയെ ചേർത്ത് പിടിച്ചിട്ട് ആ ഒരു യതീമിന്റെ തലയും തടവി കൊടുക്കണം. അവൻ അനുഭവിക്കുന്ന പ്രയാസം, അല്ലെങ്കിൽ അവന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ എനിക്കൊരു വാപ്പയില്ലാത്ത അവസ്ഥ, എനിക്കൊരു ഉമ്മയില്ലാത്ത അവസ്ഥ എന്താകുമെന്ന് ഓർക്കുമ്പോൾ നമ്മുടെ ഹൃദയം ഓട്ടോമാറ്റിക്കലി എന്താവും? ലീനത്തുള്ളതാകും. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹീഹായ ഹദീസാണ്. നമ്മൾ ആലോചിച്ച് നോക്കണം. റസൂല് ഒരു മനുഷ്യന്റെ ഹൃദയം ലോലമാകാനുള്ള എത്ര വഴികളാണ് പറയുന്നത്. പാവപ്പെട്ടവർക്ക് നിങ്ങൾ ഭക്ഷണം കൊടുക്കൂ, അപ്പൊ നിങ്ങൾ പാവപ്പെട്ടവരെ തിരിച്ചറിയും, നിങ്ങളിൽ നിന്ന് അഹങ്കാരം മാറും. യതീമീങ്ങളുടെ തല നിങ്ങൾ തടവി കൊടുക്കൂ, അപ്പൊ നിങ്ങൾക്ക് ഉപ്പയും ഉമ്മയും ഇല്ലാത്ത നിസ്സഹായ അവസ്ഥ നിങ്ങൾക്ക് ബോധ്യപ്പെടും. അതിൽ നിന്നൊക്കെ നമുക്ക് എന്തുണ്ടാവും? നമ്മുടെ ഹൃദയത്തിനൊരു വലിയ മാറ്റം ഉണ്ടാവും. മറ്റൊന്ന് പണ്ഡിതന്മാര് പറഞ്ഞ ദിക്റുൽ മൗത്ത് വസിയാറത്തുൽ ഖുബൂർ. മരണത്തെ ധാരാളമായി എന്ത് ചെയ്യണം? ഓർക്കണം. ഖബർസ്ഥാനുകൾ എന്ത് ചെയ്യണം? സന്ദർശിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബർസ്ഥാനെത്തിയപ്പോൾ നബി കരഞ്ഞിട്ടുണ്ട്. നബിയുടെ ഉമ്മയുടെ ഖബറെത്തിയപ്പോൾ, ഉമ്മയുടെ ഖബർസ്ഥാനെത്തിയപ്പോൾ അള്ളാന്റെ റസൂലെ ഉമ്മയുടെ ഖബറിന്റെ അരികിലിരുന്ന് കരഞ്ഞു എന്നാണ്. അതിന് കാരണമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു യാത്ര പോകുമ്പോൾ വലിയൊരു സംഘം സ്വഹാബികളുമായി യാത്ര പോയി. ആ യാത്രക്കിടയിൽ നബിയുടെ ഉമ്മ ആമിന മരണപ്പെട്ട അബവാ എന്ന് പറയുന്ന സ്ഥലത്തെത്തിയെന്നാണ്. അവിടെ എത്തിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മയുടെ ഖബറിന്റെ അരികിലേക്ക് പോയി. അവിടെ ഇരുന്ന് പ്രവാചകൻ അങ്ങേയറ്റം കരയുന്നുണ്ട്. പ്രവാചകന്റെ കണ്ണുനീര് പ്രവാചകന്റെ താടിയിലൂടെ താഴോട്ട് ഉതിർന്നു വീഴുന്നുണ്ടെന്നാണ്. ആ ഹദീസിൽ കാണാം, ഉമർ ഇബ്നു ഖത്താബ് ചോദിച്ചു, നബിയേ എന്താണ് താങ്കൾക്ക് പറ്റിയെന്ന് ചോദിക്കാൻ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഇസ്തഅദൻതു ലിറബ്ബി അൻ അസ്തഗ്ഫിറ ലിഉമ്മി. എന്റെ ഉമ്മക്ക് ഇസ്തിഗ്ഫാർ തേടാൻ ഞാൻ എന്റെ റബ്ബിനോട് അനുമതി ചോദിച്ചു. വലം യസ്തഅദിൻ ലി. എന്റെ റബ്ബ് എനിക്ക് അനുമതി നൽകിയില്ല. ഉമ്മാക്ക് ഇസ്തിഗ്ഫാർ തേടാൻ ഞാൻ അള്ളാഹിനോട് പെർമിഷൻ ചോദിച്ചു, പക്ഷെ അള്ളാഹു എനിക്ക് പെർമിഷൻ തന്നില്ല. അതാണ് ഞാൻ കരഞ്ഞത്. കാരണം ഉമ്മ മരണപ്പെട്ടു പോയത് ജാഹിലിയത്തിലാണ്. അവിടെ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ഇസ്തിഗ്ഫാർ തേടാനുള്ള പെർമിഷൻ കൊടുത്തില്ല. അതുവരെ ഖബർ സിയാറത്ത് ഇസ്ലാമിൽ ഹറാമായിരുന്നു, നബി ആ ഖബർ സന്ദർശിക്കുന്നത് വരെ. പക്ഷെ നബി ഉമ്മാന്റെ ഖബർ സന്ദർശിച്ചത് മുതൽ മുസ്ലിമീങ്ങൾക്ക് മുഴുവൻ ഖബർ സിയാറത്ത് എന്താക്കി? അനുവദിച്ചു, സുന്നത്താക്കി കൊടുത്തു. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, നിങ്ങൾക്ക് ഞാൻ ഖബർ സിയാറത്ത് വിലക്കിയിരുന്നു, എന്നാൽ ദാ ഇന്നു മുതൽ അള്ളാഹു ഖബർ സിയാറത്ത് നടത്തിക്കോളാൻ പറഞ്ഞിരിക്കുന്നു. എന്തിനാണ് അത്? നിങ്ങളെ പരലോകം ഓർമ്മിപ്പിക്കും, മരണം ഓർമ്മിപ്പിക്കും. അതുകൊണ്ട് സഹോദരങ്ങൾ, നമ്മൾ എന്ത് ചെയ്യണം? ഖബറുകൾ സന്ദർശിക്കണം. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ കരഞ്ഞിരുന്നത് ഖബർസ്ഥാൻ കാണുമ്പോഴാണ്. എന്താ കാരണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഉസ്മാൻ ഇബ്നു അഫ്ഫാന്റെ ആ വിഷയം ഹദീസിൽ കോട്ട് ചെയ്യപ്പെടുന്നുണ്ട്. അദ്ദേഹം ഖബർ കാണുമ്പോൾ അദ്ദേഹം പറയും, ഇന്ന അവ്വല മനാസിലൽ ആഖിറ. പരലോകത്തേക്കുള്ള ആദ്യത്തെ ഭവനമാണിത്. ഇതിലാരെങ്കിലും രക്ഷപ്പെട്ടാൽ അവൻ രക്ഷപ്പെട്ടു. സഹാബികൾ ചോദിക്കും, ഉസ്മാൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിൽ ഞങ്ങൾ താങ്കളെ കണ്ടിട്ടുണ്ട്, പക്ഷെ താങ്കൾ ഇതുപോലെ നബിയുടെ സദസ്സിൽ ഇരുന്ന് എന്ത് ചെയ്തിട്ടില്ല? കരഞ്ഞിട്ടില്ല. പക്ഷെ ഖബർസ്ഥാനിലെത്തുമ്പോൾ താങ്കൾ കരഞ്ഞു പോകുന്നു. അതിന് അദ്ദേഹം പറഞ്ഞ കാരണം, ഈ വീട്ടിൽ രക്ഷപ്പെട്ടാൽ പിന്നെ നാളെ അങ്ങോട്ട് എന്ത് ചെയ്യും? മുഴുവൻ രക്ഷപ്പെടും. കാരണം ഖബർ നമുക്ക് ഒരു മുന്നറിയിപ്പാണ്. ഖബറിലേക്ക് ഒരാൾ എത്തിയാൽ
അവൻ നാളെ പരലോകത്ത് ആരാണെന്ന് അവിടെ നിന്ന് മനസ്സിലാവും. ഖബറിൽ എത്തുമ്പോൾ അവന് നല്ല മനുഷ്യനാണെങ്കിൽ സ്വർഗത്തിന്റെ അവന്റെ ഇരിപ്പിടം റിസർവ് സീറ്റ് രാവിലെയും വൈകുന്നേരവും അത് കാണിച്ചു കൊടുക്കുന്നതാണ്. നരകത്തിന്റെ അവകാശിയാണെങ്കിൽ നരകത്തിന്റെ സീറ്റ് രാവിലെയും വൈകുന്നേരവും അള്ളാഹു എന്ത് ചെയ്യും? കാണിച്ചു കൊടുക്കുന്നതാണ്. ഇപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കും. ഖബറിലെത്തുമ്പോൾ നമുക്ക് മനസ്സിലാകും നമ്മൾ പരലോകത്ത് നാളെ ആരാകുമെന്ന്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അപ്പോൾ സഹോദരങ്ങളെ, ഇനി നമ്മുടെ പണ്ഡിതന്മാർ പറഞ്ഞതിൽ ഏറ്റവും അവസാനത്തിലൊരു കാര്യം, നമ്മുടെ കൽബിൻ നന്നാകാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണമെന്നുള്ളതാണ്. നമ്മുടെ കൽബ് നന്നാകാൻ നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്, നമ്മുടെ മക്കൾ നന്നാകണമെന്ന് നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ട് അല്ലേ? പക്ഷെ നമ്മുടെ കൽബ് നന്നാകാൻ നമ്മൾ എത്ര പേര് പ്രാർത്ഥിച്ചിട്ടുണ്ട്? എൻ്റെ ബിസിനസ് നന്നാകണമെന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്, റബ്ബേ എൻ്റെ ജോലി ഒന്ന് നന്നാക്കി കിട്ടണമെന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, എൻ്റെ കൽബ് നന്നാകണം, എൻ്റെ സ്വഭാവം നന്നാകണം എന്ന് എത്ര ആളുകൾ ആ ഒരു കാര്യത്തിന് വേണ്ടി സമയം മാറ്റി വെച്ചിട്ടുണ്ട്. നമ്മുടെ തെറ്റുകളും കുറവുകളും പോരായ്മകളും തിരിച്ചറിയേണ്ടത് ആരാണ്? നമ്മളാണ്. ഇത് തിരിച്ചറിഞ്ഞിട്ട് നമ്മൾ അല്ലാണ്ട് പറയാം, റബ്ബേ എനിക്ക് ഇന്ന ഇന്ന കുറവുകളുണ്ട്, അത് നീ എനിക്ക് ഇന്ന് കറക്റ്റ് ചെയ്ത് തരണം, തിരുത്തി തരണം, നന്നാക്കി തരണം. നബിസ്വല്ലല്ലാഹു അലൈഹി ഒരു പ്രാർത്ഥന എന്നറിയാം, അല്ലാഹുമ്മ ആതി നഫ്സി തഖ്വാഹ വസക്കിഹാ അൻത ഖൈറു മൻ സക്കാഹ അൻത വലിയുഹാ വമൗലാഹ. അല്ലാഹുവേ, എൻ്റെ നഫ്സിന് നീ തഖ്വ നൽകണം, അതിനെ നീ സക്കിഹ പ്യൂരിഫൈ ചെയ്യണം, അതിനെ നീ ശുദ്ധീകരിച്ചെടുക്കണം. ഏറ്റവും നന്നായി ശുദ്ധീകരിക്കുന്നവനാണല്ലോ റബ്ബേ നീ. എന്നിട്ട് പറഞ്ഞു അൻത വലിയുഹാ വമൗലാഹ, അതിന്റെ വലിയും മൗലയും ആരാണ്? രക്ഷാധികാരിയും ഉടമയും നീയാണ്. അതിനുശേഷം വീണ്ടും ഉണ്ട് ബാക്കി. എന്താണ്? അല്ലാഹുമ്മ നഅഊദു ബിക മിൻ ഇൽമിൻ ലാ യൻഫഅ വമിൻ ഖൽബിൻ ലാ യഖ്ശഅ വമിൻ നഫ്സിൻ ലാ തശ്ബഅ വമിൻ ദഅവത്തിൻ ലാ യുസ്തജാബു ലഹു. 4 കാര്യങ്ങൾ എണ്ണി പറഞ്ഞു. അത് 2 കാര്യം, അതിലൊരു കാര്യം എന്താണ്? വമിൻ ഖൽബിൻ ലാ യഖ്ശഅ, അല്ലാഹനെ ഭയപ്പെടാത്ത ഹൃദയം. അപ്പൊ നമ്മൾ നിരന്തരം പ്രാർത്ഥിക്കണം, അല്ലാഹുമ്മ നഅഊദു ബിക മിൻ ഇൽമിൻ ലാ യൻഫഅ, ഉപകാരമില്ലാത്ത അറിവ്, വമിൻ ഖൽബിൻ ലാ യഖ്ശഅ, അല്ലാഹനെ ഭയമില്ലാത്ത ഹൃദയം, വമിൻ നഫ്സിൻ ലാ തശ്ബഅ, വിശപ്പ് മാറാത്ത ശരീരം, വമിൻ ദഅവത്തിൻ ലാ യുസ്തജാബു ലഹ, അല്ലാഹു ഉത്തരം നൽകാത്ത പ്രാർത്ഥന, പ്രാർത്ഥിച്ചിട്ട് ഉത്തരം കിട്ടണില്ല, അങ്ങനത്തെ പ്രാർത്ഥനയുടെ അവസ്ഥയിൽ നിന്ന് അല്ലാഹു എന്നെ കാത്തുരക്ഷിക്കണം. നിരന്തരം പ്രാർത്ഥിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചില്ലേ, അല്ലാഹുമ്മ നഅഊദു ബിക മിൻ മുൻകറാത്തിൽ അഖ്ലാഖ് വൽ അഅമാലി വൽ അഹ്വാ, അല്ലാഹുവേ മോശപ്പെട്ട സ്വഭാവം, അതേപോലെ തന്നെ മോശപ്പെട്ട ചിന്തകൾ, മോശപ്പെട്ട ദേഹേച്ഛകൾ, ഇതിൽ നിന്നെല്ലാം എന്നെ കാത്തുരക്ഷിക്കണം. അല്ലാഹുമ്മ നഅഊദു ബിക മിൻ ശർരി സംഇ വമിൻ ശർരി ബസരി വമിൻ ശർരി ലിസാനി വമിൻ ശർരി ഖൽബി വമിൻ ശർരി മനിയി എന്ന് പറഞ്ഞു അല്ലേ? അപ്പൊ അതിൽ എന്തൊക്കെ പറഞ്ഞു? കൽബ് പറഞ്ഞു, മനിയ് പറഞ്ഞു, കേൾവി പറഞ്ഞു, കാഴ്ച പറഞ്ഞു, നമ്മുടെ നാവ് പറഞ്ഞു. 5 കാര്യങ്ങൾ പറഞ്ഞു. അപ്പൊ ഇതൊക്കെ നമ്മൾ നമ്മൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ളതാണ്. ഈ പ്രാർത്ഥനകളിലൂടെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ കൽബിനെ നന്നാക്കണം. ഇനി ആ ആയത്തിന്റെ അവസാനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കല്ലിനെ പറഞ്ഞതിന് ശേഷം കൽബിനുള്ള ക്വാളിറ്റികൾ പറഞ്ഞു അല്ലേ? എന്തൊക്കെ ക്വാളിറ്റികളാണ് കല്ലിനുള്ളത്? എന്തൊക്കെ ക്വാളിറ്റി ഉണ്ട്? നിങ്ങൾ പറയും. എന്തൊക്കെ ക്വാളിറ്റി അല്ലാഹു ഖുർആനിൽ പറഞ്ഞു? അത് പൊട്ടി ഒരു നദി ഒഴുകും. പിന്നെന്താ? അത് പൊട്ടിയാൽ അതിൽ നിന്ന് വെള്ളം വരും. നദി ഒഴുകുന്ന മാത്രമല്ല, പാറ പൊട്ടി നദിയല്ലാത്ത വെള്ളം എന്ത് ചെയ്യും? കിട്ടും. പിന്നെ അള്ളാഹിനോടുള്ള ഭയത്താൽ ആ കല്ല് താഴെ വീഴും എന്ന് പറഞ്ഞു. ഇതൊക്കെ കല്ലിന്റെ ക്വാളിറ്റിയാണ്. പക്ഷെ ഈ ക്വാളിറ്റി പോലും ചില ഹൃദയങ്ങൾക്ക് ഉണ്ടാകില്ലെന്നാണ്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അപ്പൊ ഏറ്റവും കൂടുതൽ നമ്മൾ കെയർ കൊടുക്കേണ്ട ഒരു കാര്യം ഏതാണ്? നമ്മുടെ കൽബാണ്. കാരണം ഈ കൽബ് നേരെയായാൽ നമ്മുടെ സംസാരം നേരെയാവും, നമ്മുടെ സ്വഭാവം നേരെയാവും, നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ എന്താവും? നേരെയാവും, നമ്മൾ എടുക്കുന്ന തീരുമാനം നേരെയാവും. കൽബ് മോശമായാൽ നമ്മൾ എടുക്കുന്ന തീരുമാനം മോശമാവും, നമ്മൾ പറയുന്ന സംസാരം മോശമാവും, നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി മോശമാവും.
അപ്പൊ നമ്മുടെ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ കെയറിങ് കൊടുക്കേണ്ടത് ഈ കൽബ് നന്നാക്കാനാണ്. ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ അതിന്റെ ബാഹ്യമായ ഒരു തലാണ് കാണുന്നത്. അറ്റാക്ക് വരാതെ എങ്ങനെ നോക്കാം, അല്ലേ? അറ്റാക്ക് വരാതെ എങ്ങനെ നോക്കാം? ഇപ്പൊ ഫുൾ ചർച്ചയാണ്. ജിമ്മിൽ പോയാൽ ജിമ്മിൽ അറ്റാക്ക് വന്ന ആൾ മരിക്കേണ്ട, അതില്ലാതിരിക്കാൻ എന്ത് ചെയ്യാം? എത്ര കിലോമീറ്റർ നടക്കാം? അതൊക്കെ അതിന്റെ ഒരു ബാഹ്യമായ വശങ്ങളാണ്. പക്ഷെ കൽബിന്റെ ഉള്ളിൽ, കൽബ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? അതിന്റെ പണി എടുക്കണമെങ്കിൽ, അതിന്റെ ഒരു എയിമിലേക്ക് നമുക്ക് എത്താൻ പറ്റണമെങ്കിൽ ഈ പ്രാർത്ഥനയും ഈ പറഞ്ഞ പ്രവർത്തനവും നമുക്ക് ചെയ്യാൻ പറ്റണം. ഇനി അതിന്റെ അവസാനത്തിൽ അള്ളാഹ് പറയുന്നുണ്ട്, വമല്ലാഹു ബിഗാഫിലിൻ അമ്മാ തഅമലൂൻ. അല്ലേ? എന്താണ് അതിൽ പറഞ്ഞത്? അള്ളാഹു സുബ്ഹാനഹു വ തആല ആരല്ല? വമല്ലാഹു, അള്ളാഹു അല്ല, ബിഗാഫിലിൻ, അശ്രദ്ധനല്ല, അമ്മാ തഅമലൂൻ, നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഷെയ്ഖ് ഉസൈമീൻ റഹ്മഹുല്ലാ ഈ ആയത്ത് വിശദീകരിക്കുന്നിടത്ത് അദ്ദേഹം ഈ വിഷയം എന്ത് ചെയ്യുന്നുണ്ട്? അദ്ദേഹം പറയുന്നുണ്ട്, യഥാർത്ഥത്തിൽ ഇവിടെ ഗാഫിൽ എന്നത് എന്താണ്? അതൊരു വിശേഷണമാണ്, സിഫത്താണ്. പക്ഷെ അത് സിഫത്തു സെൽബിയയാണ്. സിഫത്തു സെൽബിയ എന്ന് പറഞ്ഞാൽ നെഗറ്റീവ്, ഒരാളെ നെഗറ്റീവ് അറിയിക്കുന്ന ഒരു സിഫത്താണെന്ത്? സിഫത്തു സെൽബിയ. സെൽബിയ കാണുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു. സെൽബിയ എന്ന് പറഞ്ഞതാണ് നെഗറ്റീവ് എന്നാണ്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് അതില്ല എന്ന് പറയാൻ, അപ്പോൾ അതിന്റെ നേരെ വിപരീതം അവിടെ സ്ഥാപിക്കപ്പെടുകയാണ്. അള്ളാഹ്ക്ക് ഒന്നില്ല എന്ന് പറയുമ്പോൾ അതിന്റെ ഓപ്പോസിറ്റ് എന്താണ്? ഉണ്ട് എന്നാണ്. അതാണ് പണ്ഡിതന്മാർ പറഞ്ഞത്, അവിടെ ഇസ്ബാതു കമാലി ളിദ്ദിഹ, അതിന്റെ ഓപ്പോസിറ്റ് അറിയിക്കുന്ന വിശേഷണം സ്ഥിരപ്പെടുത്താം. ഇവിടെ നമുക്കറിയാം അള്ളാഹ്ക്ക് എന്തില്ലെന്നാ പറഞ്ഞത്? ഗഫ്ലത്തുൻ, ഗഫ്ലത്തില്ല. അള്ളാഹു ആരല്ല? അശ്രദ്ധനല്ല. അശ്രദ്ധയുണ്ടാകുന്നത് എങ്ങനെയാണ്? നിസ്യാൻ, മറവിയിലൂടെയാണ്. ഒരാൾക്ക് മറവി സംഭവിക്കുന്നതിലൂടെയാണ് എന്ത് സംഭവിക്കുക? അശ്രദ്ധ ഉണ്ടാവുക. അള്ളാഹിനെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, അല്ലാഹ് ലാ യദില്ലു റബ്ബി വലാ യൻസ, എന്റെ റബ്ബ് അവന് പിഴവ് പറ്റൂല, അവൻ മറക്കുന്നവനല്ല. അള്ളാഹിനെ സംബന്ധിച്ച് പല ആളുകളും അറിയാതെ, അറിഞ്ഞുകൊണ്ടല്ല, അറിയാതെ പറയാറുണ്ട്, നീ അള്ളാഹിനെ മറന്നാൽ അള്ളാഹിനെ എന്ത് ചെയ്യും? മറക്കും. അങ്ങനെ പറയാൻ പാടില്ല. അള്ളാഹ് നിന്നെ മറന്നു കളയും എന്ന് പറയും. നമ്മൾ വിശുദ്ധ ഖുർആനിൽ പലയിടത്ത് ആയത്തുണ്ട്, വലാ തകൂനു കല്ലദീന നസുല്ലാഹ് ഫഅൻസാഹും അൻഫുസഹും, അല്ലേ? അതേപോലെ തന്നെ പല അടുത്തുണ്ട്, അവിടെ അള്ളാഹു മറന്നു എന്ന് പറയാൻ എന്ത് ചെയ്യാൻ പാടില്ല? നമ്മൾ പറയാൻ പാടില്ല. അള്ളാഹുവിന് മറവി എന്ന് പറയുന്ന സിഫത്തില്ല. അത് സിഫത്തു സെൽബിയാണ്, നെഗറ്റീവാണത്, പോസിറ്റീവ് അല്ല. അത് മോശം സിഫത്താണ്. അള്ളാഹ് മറക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ഇൽമിൽ എന്തുണ്ട്? നുഖ്സാൻ, കുറവുണ്ടെന്ന് പറയേണ്ടി വരും. അള്ളാഹ് ചിലതൊക്കെ മറന്നുപോയി എന്ന് പറയേണ്ടി വരും. മഅദല്ലാഹ്, അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. അത്തരം പ്രയോഗങ്ങൾ നമ്മൾ എന്ത് ചെയ്യരുത്? അറിയാതെ പോലും പ്രയോഗിക്കാൻ, അത് അറിയാത്തത് കൊണ്ടാണ്, അത് അറിയണം. അപ്പൊ ഗഫ്ലത്ത് ഉണ്ടാകാനുള്ള കാരണം എന്താണ്? മറവിയാണ്. അപ്പൊ ഈ മറവി അള്ളാഹ്ക്കില്ല. വലാ യദില്ലു റബ്ബി വലാ യൻസ, എന്റെ റബ്ബ് അവന് പിഴവ് പറ്റൂല, അവൻ മറന്നു പോകൂല. ഇത് ആര് പറഞ്ഞ വാക്കാണ്? മൂസാ നബി പറഞ്ഞ വാക്കാണ്. മൂസാ നബിയോട് ഫിറൗൻ ഒരു കുതന്ത്രം പയറ്റി നോക്കി. നമ്മുടെ മുൻഗാമികളുടെ ഒക്കെ അവസ്ഥ എന്താണ് മൂസാന്ന് ചോദിച്ചു. നമ്മള് ഒരു ദീർഘദൃഷ്ടിയും എന്താ പറയുക, ഉൾക്കാഴ്ചയും ഇല്ലാത്തൊരു, പക്വതയില്ലാത്തൊരു പ്രബോധനാണ് ഈ പറയും. നിങ്ങളുടെയൊക്കെ മുൻഗാമികളൊക്കെ ശിർക്ക് ചെയ്ത് മരിച്ചുപോയ മനുഷ്യന്മാരല്ലേ, അവരൊക്കെ ചിലപ്പോ നരകത്തിലായിരിക്കും എന്നല്ല മറുപടി കൊടുത്തത്. അവിടെ വളരെ തന്ത്രപരമായ ഒരു മറുപടി കൊടുത്തു. അതൊക്കെ എൻ്റെ റബ്ബിന്റെ കിതാബിൽ കൃത്യമായിട്ടുണ്ട്, എൻ്റെ അള്ളാന്റെ രേഖയിൽ അതൊക്കെ ഉണ്ട്, അവരെവിടെയാണ് എന്താണെന്നുള്ളത്. ലാ യദില്ലു റബ്ബി വലാ യൻസ, അള്ളാഹ്ക്ക് പിഴവ് പറ്റൂല,
അവരെവിടെയാണ്, എന്താണ്, എങ്ങനെയെന്നൊക്കെ അള്ളാന്റെ കിതാബിലുണ്ട് എന്ന് ഫിറോന് മറുപടിക്കുക. അത് പക്വമായ മിതത്വമുള്ള മറുപടിയാണ്. മിതത്വമുള്ള മറുപടിയാണ്. അവരൊക്കെ രക്ഷപ്പെട്ടോളും എന്നും പറഞ്ഞില്ല, അവരൊക്കെ നരകത്തിലാണെന്നും പറഞ്ഞില്ല. അതിന്റെ ഇടയിലുള്ള മറുപടിയാണ്. ചില സ്ഥലത്ത് ഇത്ര ഹിക്മത്തുള്ള മറുപടികളാണ് കൊടുക്കേണ്ടത്. ഇല്ലെങ്കിൽ ആളുകൾ എന്ത് ചെയ്യും? ചിലപ്പോൾ നമ്മളെ അന്ധമായി നമ്മളെ എതിർക്കും. അപ്പൊ ഇവിടെ ഗഫ്ലത്ത് എന്നത് സെൽബിയായ സിഫത്താണ്. അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് സുബൂത്തിയായ ഒരു സിഫത്തുണ്ട്. അതെന്താണ്? അത് അള്ളാഹുവിന്റെ ഇൽമിനെയാണ് അറിയിക്കുന്നത്. ഇൽമ്, അള്ളാഹ് ആരാണ്? അറിവുള്ളവനാണ്. അതേപോലെ തന്നെ അള്ളാഹുവിന്റെ എന്താണ്? റഖീബ്, അള്ളാഹിന്റെ മറ്റൊരു പേരാണ് റഖീബ്. എന്താണ്? റഖീബ്. റഖീബ് റഖീബ് എന്ന് പറഞ്ഞാൽ എന്താ റഖീബ്? നിരീക്ഷകൻ. നമ്മളാകെ റഖീബിനെ അത്തീതിനെ അറിഞ്ഞിട്ടുള്ളൂ. പക്ഷെ അള്ളാഹ് ആരാണ്? ഏറ്റവും വലിയ റഖീബ് ആരാണ്? അള്ളാഹുവാണ്. അള്ളാഹിന്റെ ഈ രണ്ട് നാമങ്ങളെ, അള്ളാഹ് ആലിമാണ്, അള്ളാഹ് റഖീബാണ്. ഇതിനെ ഈ ഒരു വമല്ലാഹു ബിഗാഫിലിൻ അമ്മാ തഅമലൂൻ എന്ന് പറയുമ്പോൾ അവിടെ നമ്മുടെ മനസ്സിലേക്ക് എന്ത് വരണം? നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ തൊട്ട് അള്ളാഹ് ആലിമാണ്, അള്ളാഹ് റാഖിബാണ്, റഖീബാണ്, അള്ളാഹ് നിരീക്ഷിക്കുന്നുണ്ട്. ഈ രണ്ട് സിഫത്തുകളെയും നാമങ്ങളെയും അവിടെ സ്ഥിരപ്പെടുത്തുന്നുണ്ട്. നമ്മൾ വമല്ലാഹു ബിഗാഫിലിൻ അമ്മാ തഅമലൂൻ എന്ന് പറഞ്ഞ് പോക്കാണ്. പക്ഷെ അവിടെ അള്ളാഹ് ആരാണ്? അതെല്ലാം അറിയുന്നവനാണ് എന്നൊരു സിഫത്തിനെ അവിടെ സ്ഥാപിക്കുന്നുണ്ട്. അള്ളാഹ് എല്ലാം സൂക്ഷ്മമായി നിങ്ങൾ ചെയ്യുന്നത് നിരീക്ഷിക്കുന്നുണ്ട്. റഖീബാണ് അള്ളാഹു എന്ന ഒരു സിഫത്ത് അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? സ്ഥാപിക്കുന്നുണ്ട്. ഇത് ഞാൻ ഈ വിഷയം ഇങ്ങനെ വിശദീകരിക്കാൻ എന്താ കാരണം എന്നറിയോ? ഒരു കാരണമുണ്ട്, വളരെ പ്രധാനപ്പെട്ട കാരണമുണ്ട്. നല്ല ഈമാൻ ഉണ്ടെന്ന് പറഞ്ഞ ആളുകളുടെയും ഈമാൻ നഷ്ടപ്പെട്ടു പോകുന്ന ചില വാക്കുകൾ സമകാലിക സാഹചര്യത്തിൽ ചില ആളുകൾ പറഞ്ഞു പോയിട്ടുണ്ട്. ഗാസയിലെ ദുരന്തവും ഗാസയിലെ മുസ്ലിമീങ്ങൾ പീഡനങ്ങൾ അനുഭവിക്കുമ്പോ ചില ആളുകൾ എന്താ ചോദിച്ചെന്നറിയോ? പടച്ചോൻ ഇത് എന്താ കാണാത്തത്? ഈ ഇസ്രായേലിനെ പടച്ചോൻ എന്തോന്നും ചെയ്യാത്തത്? മനസ്സിന്റെ ഉള്ളിൽ വലാ തഹ്സബന്നല്ലാഹ ഗാഫിലൻ അമ്മാ യഅമലു ളാലിം, അക്രമികൾ ചെയ്തുകൊണ്ടിരിക്കണ കാര്യത്തെപ്പറ്റി അള്ളാഹ് അശ്രദ്ധനാണെന്ന് നിങ്ങൾ എന്ത് ചെയ്യരുത്? വിചാരിക്കരുത്. വിചാരിക്കരുതെന്നാണ്. ആലോചിക്കണം, നമ്മൾ ഗൗരവമുള്ള വിഷയമാണ്. പറയരുതെന്നല്ല പറഞ്ഞത്. വലാ തഹ്സബന്നല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ പറ്റി വിചാരിച്ചു പോകരുത്. ഗാഫിലൻ, അള്ളാഹു അശ്രദ്ധനാണെന്ന്. എത്ര ഗൗരവം ഉണ്ടെന്ന് ആലോചിച്ചു നോക്ക്. ഇവിടെ ചില ആളുകൾ, ഞാൻ അത്ഭുതപ്പെട്ടു പോയി. അറിവുണ്ടെന്ന് വിചാരിച്ച ആളുകൾ പോലും എന്താല്ലേ ഇസ്രായേൽ ചെയ്യണത്? പടച്ചോൻ എന്താ കാണാത്തത്? പടച്ചോൻ എന്താ അവരൊന്നും പരിഗണിക്കാത്തത്? അയാളോട് പറഞ്ഞിട്ട് ആ വാക്ക് പറയാൻ പാടില്ല. വാക്ക് പറയാൻ പാടില്ല എന്ന് മാത്രമല്ല, ചിന്തിക്കാൻ പോലും പാടില്ല എന്നുള്ള. ചിന്തിക്കാൻ പോലും പാടില്ല. അപ്പൊ നമ്മൾ എത്ര ആളുകൾ അത്ര വാക്ക് പറഞ്ഞിട്ടുണ്ട്. എന്തായിരിക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ പറയാനുള്ള കാരണം? എന്താണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ പറയാനുള്ള കാരണം? അവരെ അള്ളാഹു സദാസമയം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. സദാസമയം അവരെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അവർക്ക് അള്ളാഹു നീട്ടിയിട്ട് കൊടുക്കുന്ന, ഫിറഔൻ അള്ളാഹു ഒരുപാട് നീട്ടിയിട്ട് കൊടുത്ത് അക്രമം ചെയ്യാനെന്നാണ്. അതിന് ഇംല എന്നാണ് പറയുക, നീട്ടിയിട്ട് കൊടുക്കുക. അക്രമികൾക്ക് അക്രമം ചെയ്യാൻ അള്ളാഹു എന്ത് ചെയ്യും? സമയം നീട്ടിയിട്ട് കൊടുക്കും. ഇതൊരു തന്ത്രമാണ് അള്ളാഹുവിന്റെ. എന്നിട്ട് അള്ളാഹു അവരെ പൊടുന്നനെ പിടിക്കും. കൂടുതൽ ശിക്ഷ അവർക്ക് കൊടുക്കാൻ വേണ്ടിയാണ് അക്രമികൾക്ക് അള്ളാഹു എന്ത് ചെയ്യുന്നത്? കൂടുതൽ സമയം നൽകുന്നതെന്നാണ്. അതല്ലാതെ അവരെ അള്ളാഹു കാണാത്തത് കൊണ്ടോ അറിയാത്തത് കൊണ്ടോ ആ അക്രമികൾ ചെയ്യുന്നതിനെ തൊട്ട് അള്ളാഹു മറന്നുപോയത് കൊണ്ടോ അശ്രദ്ധനായത് കൊണ്ടോ അല്ല. അപ്പൊ അള്ളാഹിനെ പറ്റി അങ്ങനത്തെ ഒരു വിചാരം തന്നെ നമുക്കുണ്ടാകാൻ പാടില്ല. നമ്മൾ അങ്ങനെ വിചാരിച്ചാൽ എന്താ സംഭവിക്കുക? നിങ്ങളൊന്ന് ആലോചിച്ചു. അള്ളാഹിനെ പറ്റി നമ്മൾ വിചാരിച്ചാൽ നമ്മുടെ ഈമാൻ തന്നെ എന്ത് ചെയ്തു? തെറ്റിപ്പോയി, കുഫ്റിലായി. രണ്ടാമത്തെ ഒരു പ്രശ്നം എന്താണെന്നറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സ്വഹീഹായ ഖുദുസിയായ ഹദീസിൽ അള്ളാഹ് പറയാണ്, അന ഇൻദ ദന്നി അബ്ദി ബി, ഞാൻ എൻ്റെ അടിമ എന്നെ പറ്റി വിചാരിക്കുന്നത് പോലെയാണ് എന്ന് പറഞ്ഞാൽ, അള്ളാഹിനെ പറ്റി നമ്മൾ ഗാഫിലാണെന്ന് വിചാരിച്ചാൽ അള്ളാഹ് നമ്മുടെ വിഷയത്തിൽ എന്ത് ചെയ്യും? അള്ളാഹ് നമ്മൾ ഒഴിവാക്കും. നമ്മൾ എന്ത് ചെയ്യും? ഒഴിവാക്കും. അള്ളാഹ് നമ്മളെ മറന്നു കളയാന്ന് പറഞ്ഞില്ലേ? അള്ളാഹ് മറന്നു കളയാന്ന് പറയാൻ പാടില്ല. എന്തുകൊണ്ടാ? അള്ളാഹ് നമ്മളെ ഒഴിവാക്കുമെന്നാണ്, ഉപേക്ഷിക്കും. തറക്കഹു എന്നാണ് അതിന് പണ്ഡിതന്മാർ അർത്ഥം കൊടുത്തത്, മറവി എന്നല്ല അർത്ഥം കൊടുത്തത്.
അപ്പൊ അള്ളാഹ് മറക്കുന്നവനാണെന്ന് പറയാൻ പാടില്ല. അള്ളാഹുവിന് മറവി ഒരു സിഫത്തില്ല. അള്ളാഹു അശ്രദ്ധനാണെന്ന് പറയാൻ പാടില്ല. അള്ളാഹു അശ്രദ്ധനാണെന്ന് ചിന്തിക്കാനും വിചാരിക്കാനും പാടില്ല. ഈ ആയത്ത് ഓതുമ്പോൾ, വിശുദ്ധ ഖുർആനിൽ ഒരുപാട് സ്ഥലത്തുണ്ട്, ഈ ആയത്ത് ഓതുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് എന്തു വരണം? അള്ളാഹു എല്ലാം അറിയുന്നവനാണ്, സദാസമയം നമ്മളെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കാൻ. ഈ രണ്ട് നാമങ്ങളും സിഫത്തും നമ്മുടെ കൽബിലേക്ക് എന്ത് ചെയ്യണം? കൊണ്ടുവരണം. അപ്പോഴാണ് വമല്ലാഹു ബിഗാഫിലിൻ അമ്മാ തഅമലൂൻ എന്ന ആയത്തിനെ നമുക്ക് ഹൃദയം കൊണ്ട് അത് മനസ്സിലാക്കാൻ കഴിയുക. അപ്പൊ ഇവിടെ ഗഫ്ലത്ത് എന്നത് അള്ളാഹുവിന് ഒരിക്കലും യോജിച്ച ഒരു സിഫത്തല്ല. അത് മനുഷ്യർക്കുള്ള സിഫത്താണ്. മറവി മനുഷ്യന്റെ സിഫത്താണ്. ഗഫ്ലത്ത് മനുഷ്യന്റെ സിഫത്താണ്. ഇൻസാൻ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ എന്താണ്? മറക്കുന്നവനെന്ന. നസിയ എന്ന വാക്കിൽ നിന്നാണ് എന്തു വന്നത്? ഇൻസാൻ വന്നത്, മറക്കുന്നവൻ. ആദം നബി ആദ്യം അല്ലാഹ് കൽപ്പിച്ച കൽപ്പന എന്ത് ചെയ്തു? സ്വർഗത്തിലെത്തിയപ്പോ മറന്നുപോയി. മൂസാ നബി എന്ത് ചെയ്തു? യൂശഫ് നബിയായിട്ട് ഖിദിർ നബീനെ തേടിപ്പോയി. ആ കടലിന്റെ തീരത്തെത്തി അവിടെ നിന്ന് ഉറങ്ങിപ്പോയപ്പോ മൂസാ നബി മറന്നുപോയി. എത്ര സംഭവങ്ങൾ. അപ്പൊ ചില സമയത്ത് മറവി അനുഗ്രഹമാണ്, ചില സമയത്ത് മറവി അശ്രദ്ധയിലേക്ക് എത്തിക്കും. അപ്പോ ഈ ഒരു വിഷയം ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ്. അള്ളാന്റെ വിഷയത്തിൽ നമുക്ക് അറിവില്ലായ്മ കൊണ്ട് എന്ത് ചെയ്യും? ഇത്തരം അബദ്ധങ്ങൾ സംഭവിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഇന്നെടുത്ത ഓതിത്തന്ന ആയത്ത് നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്ലാസ്സിൽ നമുക്ക് വിശദീകരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ച് ഏറ്റവും ശരിയായ രൂപത്തിൽ മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും പഠിക്കാനും അള്ളാഹു നമുക്ക് തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ വിഷയത്തിൽ തെറ്റുകൾ സംഭവിക്കാതെ അള്ളാഹുവിനെ കൃത്യമായി മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകൾ, പ്രവാചകന്റെ ഹദീസുകൾ ജീവിതത്തിൽ പകർത്തി മാതൃകയുള്ള ഒരു വ്യക്തിയാക്കി അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ മാറ്റുമാറാകട്ടെ. ഖസ്വത്തുൽ ഖുലൂബിൽ നിന്ന്, ഖസ്വത്തുൽ ഖൽബ്, ഹൃദയത്തിന്റെ കാഠിന്യത്തിൽ നിന്ന് അള്ളാഹു നമ്മളെ എല്ലാം അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. നല്ല ലീനത്തുള്ള, അള്ളാഹുവിനെ ഓർക്കുന്ന, ആളുകളോട് കരുണ കാണിക്കുന്ന നല്ലൊരു ഹൃദയം അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായ തെറ്റുകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പുറത്ത് മാപ്പ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഖുർആൻ പഠിക്കാനും പഠിപ്പിക്കാനും ജീവിതത്തിൽ പകർത്താനും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനും അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ഒരു സംവിധാനത്തിന് വേണ്ടി നമുക്ക് അവസരം നൽകിയ ഈ UAE ഗവൺമെന്റിനും അതേപോലെ ഇത് കൺട്രോൾ ചെയ്തു കൊണ്ടുപോകുന്ന ഇവിടുത്തെ കമ്മിറ്റിക്കാർക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല തക്കതായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലം വബാറക അലാ നബിയിന മുഹമ്മദ് വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.